ഒക്കെ പൂർണ്ണമാക്കി, അഥവാ ശ്രീകൃഷ്ണാവതാര ലീലകളെല്ലാം തന്നെ പൂർണ്ണമാക്കി ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങാൻ വേണ്ടി തയ്യാറെടുക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് ഏകാദശ സ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിൽ കാണാം. അത് തുടങ്ങുന്നത് തന്നെ ശ്രീശുക ഉവാച എന്ന് പറഞ്ഞിട്ടാണ്. അഥ ബ്രഹ്മാത്മജൈർദേവൈഃ പ്രജേശൈരാവൃതോഭ്യഗാൽ ഭവശ്ച ഭൂതഭവ്യേശോ യയോ ഭൂതഗണൈർമൃത. ഭഗവാന്റെ സുധാമഗമനം കാണാൻ വേണ്ടി ബ്രഹ്മാവ് വന്നു. ബ്രഹ്മാവ് തൻ്റെ പുത്രന്മാരെയൊക്കെ കൂട്ടിയത് അനേകം ദേവന്മാരെ, പ്രജാപതിമാരെ എല്ലാവരെയും കൂട്ടിയിട്ടാണ് ദ്വാരകയിൽ വന്നത്. ഭവശ്ച ഭൂതഭവ്യേശ, കൈലാസപതിയായിരിക്കുന്ന സാക്ഷാൽ ശ്രീപരമേശ്വരനും എല്ലാ ഭൂതഗണങ്ങളെയും കൂട്ടി, ഗണപതി മുതലായവരെ കൂട്ടി, സുബ്രഹ്മണ്യൻ മുതലായവരെ കൂട്ടി, പാർവതി മുതലായവരെ കൂട്ടി അവരെല്ലാവരും അവിടെ ഭഗവാന്റെ ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞു. ദേവേന്ദ്രൻ അനേകം മരുത്തുക്കളോടുകൂടി അവിടെ വന്നു കഴിഞ്ഞു. ആദിത്യന്മാരെ, വസുക്കളെ, അശ്വിനി ദേവന്മാരെ, ഋഭുക്കളെ ഇവരെല്ലാവരെയും കൂട്ടിയിട്ടാണ് ദേവേന്ദ്രൻ വന്നത്. അതുപോലെ അങ്കിരസ് മഹർഷി വന്നിട്ടുണ്ട്. രുദ്രന്മാർ, വിശ്വന്മാർ, സാധ്യന്മാർ, ദേവതന്മാർ, ഗന്ധർവന്മാർ, അപ്സര സ്ത്രീകൾ, നാഗങ്ങൾ, സിദ്ധന്മാർ, ചാരണന്മാർ, ഗുഹ്യകന്മാർ, ഋഷികൾ, പിതൃക്കൾ, വിദ്യാധരന്മാർ, കിന്നരന്മാർ, ഇങ്ങനെ ദേവഗണങ്ങളിലും ഉപദേവഗണങ്ങളിൽപ്പെട്ട മുഴുവൻ ആൾക്കാരെ കൊണ്ടും നിറഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ദ്വാരക. എല്ലാവരും വന്നിരിക്കുന്നത് കൃഷ്ണദിദൃക്ഷവ. ദിദൃക്ഷ എന്ന് പറഞ്ഞാൽ കാണാനുള്ള ആഗ്രഹം എന്നാണ് അർത്ഥം. അപ്പം നമുക്കെല്ലാവർക്കും ഇതേപോലെ ഭാഗവതത്തിൽ പങ്കെടുക്കുമ്പോൾ ഭഗവാനെ കാണണമെന്നുള്ള ഒരാഗ്രഹമാണ് ഉണ്ടാവേണ്ടത്. അതുണ്ടായിക്കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അപ്പോൾ സർവേ കൃഷ്ണദിദൃക്ഷവ. ഇപ്പം ദ്വാരകയിൽ എത്തിച്ചേർന്ന മുഴുവൻ ആൾക്കാർക്കും ഒരു ലക്ഷ്യം മാത്രമാണ് ഉണ്ടായിരുന്നത്, ശ്രീകൃഷ്ണ ഭഗവാന്റെ സുന്ദരമായ ആ രൂപം ഒന്നുകൂടി കാണണം. വപുഷായേന ഭഗവാൻ നരലോക മനോരമ യശോ വിദേനേ ലോകേഷു സർവലോകമലാപഹം. ശ്രീകൃഷ്ണ ഭഗവാന്റെ ആ രൂപത്തിൻ്റെ പ്രത്യേകത, അക്കാലത്ത് ജീവിച്ചിരുന്ന നിരവധി പേരാണ് ഭഗവാനെ പ്രത്യക്ഷമായി കണ്ടവർ. ഭഗവാനെ കണ്ടവർക്ക് ആർക്കും തന്നെ കണ്ണെടുക്കാൻ തോന്നിയിരുന്നില്ല. കാരണം ഭഗവാന്റെ പാദം മുതൽ ശിരസ് വരെ എല്ലാ അംഗോപാംഗങ്ങളും കാണാൻ അത്രയേറെ സൗന്ദര്യമായിരുന്നു. ഇപ്പോൾ ഭഗവാൻ ഏകദേശം ഒരു 125 വയസ്സ് പ്രായമാണ്. 125 വയസ്സായിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഭഗവാനെ കണ്ടാൽ ഒരു 16 വയസ്സിൻ്റെ പ്രസരിപ്പാണ് കാണുക. സാധാരണ മനുഷ്യരുടെ ശരീരം പോലെ ആയിരുന്നില്ല ശ്രീകൃഷ്ണ ഭഗവാന്റെ തിരുമേനി എന്ന് ഭാഗവതം പറയുന്നുണ്ട്. സാധാരണ ജീവജാലങ്ങളുടെ ശരീരമൊക്കെ ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് നിർമ്മിക്കുക. പക്ഷേ ഭഗവാന്റെ രൂപം അങ്ങനെ പഞ്ചഭൂതങ്ങളെ കൊണ്ട് നിർമ്മിച്ചതല്ല, അത് സാക്ഷാൽ ബ്രഹ്മമയമായിരിക്കുന്ന രൂപമാണ്. അതുപോലെ രൂപം ലോകത്തിൽ ആർക്കും പിന്നീട് കിട്ടിയിട്ടേ ഇല്ല. അവരെല്ലാവരും വന്നിരിക്കുന്നത് അത്ഭുത ദർശനനായിരിക്കുന്ന ഭഗവാനെ കാണാൻ വേണ്ടിയിട്ടാണ്. ആ വന്ന ആൾക്കാർ മുഴുവനും ധാരാളം പൂക്കൾ കൊണ്ടുവന്നിട്ടുണ്ട്. അവരനേകം മന്ത്രങ്ങൾ ചൊല്ലി ആ പൂക്കളൊക്കെ എടുത്ത് ഭഗവാനെ അവിടെ വെച്ച് പുഷ്പാഞ്ജലി കഴിക്കുകയായിരുന്നു. അപ്പോൾ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടതാണ് പൂക്കളെടുത്ത് ഭഗവാന് പുഷ്പാഞ്ജലി കഴിക്കുക എന്ന് പറയുന്ന ഒരു ചടങ്ങ്. അപ്പോൾ ദേവന്മാരെല്ലാവരും അവിടെ മന്ത്രം ചൊല്ലിയത് ചില പ്രത്യേക തരത്തിലുള്ള മന്ത്രങ്ങളാണ് അവർ ചൊല്ലിയിരുന്നത്. ആ മന്ത്രങ്ങളൊക്കെ നമ്മൾ നല്ലതുപോലെ ഇരുന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഒരു ശ്ലോകത്തിൻ്റെ അവസാനത്തിൽ ഏതാണോ അക്ഷരം, ആ അക്ഷരം കൊണ്ടാണ് അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത്. അങ്ങനെ ആ ശ്ലോകം കഴിഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ അക്ഷരം ഏതാണോ ആ അക്ഷരം കൊണ്ടാണ് തൊട്ടടുത്ത് വരുന്ന അടുത്ത ശ്ലോകം ആരംഭിക്കുന്നത്. ഇങ്ങനെ ശൃംഖലാബദ്ധമായ രീതിയിലുള്ള അനേകം മന്ത്രങ്ങളെ കൊണ്ടാണ് എല്ലാ ദേവന്മാരും ആരെ സ്തുതിച്ചത്, ഭഗവാനെ സ്തുതിച്ചത്. എല്ലാ ശ്ലോകങ്ങളും നമുക്കൊന്ന് അനുസ്മരിക്കാൻ സമയമില്ലെങ്കിലും അതിലേതെങ്കിലും ഒരു ശ്ലോകമെങ്കിലും നമുക്കൊന്ന് അനുസ്മരിക്കാം. കേതുസ്ത്രിവിക്രമയുതസ്ത്രിപതൽപതാഗോയസ്തേ ഭയാഭയകരോസുരദേവചമ്മോഹ സ്വർഗായ സാധുഷു ഖലേഷ്വിതരായ ഭൂമൻ പാദ പുനാതു ഭഗവൻ ഭജതാമഖം ന. ദേവന്മാർ ഭഗവാനോട് പറയാണ്, പാദഹ പുനാതു, ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന ശ്രീപാദം നിങ്ങളെ ശുദ്ധീകരിക്കട്ടെ. അത് 6-ാമത്തെ അധ്യായത്തിലെ 13-ാമത്തെ ശ്ലോകമാണ് ഇപ്പോൾ ചൊല്ലിയത്. പാദഹ പുനാതു, ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ പാദം പുനാതു എന്ന് പറഞ്ഞാൽ നല്ലതുപോലെ ശുദ്ധീകരിക്കട്ടെ എന്നർത്ഥം. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ശുദ്ധീകരണമാണ്. ഒരു കുഞ്ഞുണ്ടായിക്കഴിഞ്ഞാൽ അവസാനം മരിക്കുന്നത് വരെയുള്ള നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും വാസ്തവത്തിൽ ശുദ്ധീകരണ കർമ്മങ്ങളാണ്. അപ്പോൾ ശുദ്ധീകരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു ഉപാധിയാണ് ഭഗവാന്റെ പാദം എന്നാണ് ഈ ദേവന്മാർ പറയുന്നത്. സ്വർഗായ സാധുഷു ഖലേഷ്വിതരായ ഭൂമൻ പാദം പുനാത് ഭഗവൻ ഭജതാമഖം ന. സാധാരണ മനുഷ്യരൊക്കെ അവരുടെ പൂർവ്വജന്മങ്ങളിലും ഈ ജന്മത്തിലൊക്കെ പലതരത്തിലുള്ള പാപങ്ങൾ ചെയ്യും.
പാപങ്ങൾ നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയില്ല. നേരെ മറിച്ച് ആരാണോ ഭഗവാന്റെ പാദം ഭജിക്കുന്നത് അവരുടെ എത്രയോ ജന്മങ്ങളിൽ ചെയ്തിരിക്കുന്ന പാപങ്ങളെല്ലാം തന്നെ ഇല്ലാതെയായി തീരും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. സ്വർഗായ സാധുഷു ഖലേശ്വിതരായ ഭൂമൻ. സജ്ജനങ്ങൾക്കൊക്കെ ഭഗവാനെ കാണുക എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ ഏറ്റവും വലിയ ചാരിതാർത്ഥ്യം നിറഞ്ഞ ഒരു കാര്യമാണ്. ദുർജനങ്ങളൊക്കെ നിഗ്രഹിക്കാൻ വേണ്ടിയിട്ടുമായിരുന്നു ഭഗവാന്റെ ഈ അവതാരം. കേതുഹു ത്രിവിക്രമയുധസ്ത്രിപതൽപതാകഃ. അതുപോലെ തന്നെ ഇവിടെ ഒരു കൊടിയെ പറ്റി പറയാണ്. കേതു എന്ന് പറഞ്ഞാൽ കൊടി എന്നാണ് അർത്ഥം. സ്വതേ അമ്പലങ്ങളിലൊക്കെ നമ്മൾ കൊടിയേറ്റം കാണാറുണ്ട്. ഇവിടെ ഇരിക്കുന്ന ശ്രോതാക്കളൊക്കെ കൊടിയേറ്റത്തിൻ്റെ ചടങ്ങുകളൊക്കെ നേരിട്ട് കണ്ടവരാണ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ കൊടിയേറ്റത്തിൽ ഈ കൊടി പൂജിച്ച് ആ കൊടി സാവധാനത്തിൽ മുകളിലേക്ക് ഇങ്ങനെ ഉയരാണ് ചെയ്യുക. മുകളിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അതിനെ നല്ലതുപോലെ ഒരു ഭാഗത്ത് ബന്ധിപ്പിക്കും. അതിനാണ് കൊടിയേറ്റം എന്ന് പറയും. അപ്പം ഇതേപോലെ ഇവിടെ ഒരു കൊടിയെ പറ്റി പറയുകയാണ്. കേതുഹു ത്രിവിക്രമയുധസ്ത്രിപതൽപതാകഃ. ത്രിപതൽ എന്ന് വെച്ചാൽ ഈ പണ്ട് ഭഗവാൻ ഒരിക്കൽ വാമനമൂർത്തിയായിട്ട് അവതരിച്ചു. വാമനമൂർത്തിയായിട്ട് ഭഗവാൻ അവതരിച്ച സമയത്ത് ഒരു പാദം കൊണ്ട് ഭഗവാൻ ഭൂമി മുഴുവനും അളന്നെടുത്തു. നമുക്കൊന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ് ഭഗവാൻ ചെയ്തത്. പിന്നെ ഭഗവാൻ രണ്ടാമത്തെ പാദം മുകളിലേക്ക് ഉയർത്തി. അങ്ങനെ ഭഗവാന്റെ ഇടത്തെ പാദം ഉയർന്ന് ഭൂർലോകം, ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം ഇതെല്ലാം കഴിഞ്ഞ് ഭഗവാന്റെ പാദം സത്യലോകത്തിലെത്തി. അപ്പോൾ ഭഗവാന്റെ ആ നീണ്ട പാദം കണ്ടാൽ ഏതുപോലെ തോന്നും? അത് വലിയ ഒരു കൊടിയേറ്റത്തിന് വേണ്ടി വലിയ ഒരു ധ്വജം അവിടെ സ്ഥാപിച്ചതുപോലെ തോന്നും. അത് കഴിഞ്ഞാണ് ബ്രഹ്മാവ് എന്ത് ചെയ്യുന്നത്? ഭഗവാന്റെ പാദം കഴുകുന്നത്. ഭഗവാന്റെ പാദം കഴുകിയപ്പോൾ ആ പാദതീർത്ഥം അവിടുന്ന് ആകാശഗംഗ എന്നുള്ള പേരിൽ താഴത്തേക്ക് പ്രവഹിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഈ ഭാരതത്തിൻ്റെ കൊടിയൊക്കെ വലിയ സ്ഥാപനങ്ങളിലൊക്കെ ഇങ്ങനെ കെട്ടിത്തൂക്കിയത് കാണും. ദൂരേന്ന് കാണുമ്പോൾ അതിങ്ങനെ കാറ്റത്ത് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പറക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണല്ലേ. അത് ശ്രോതാക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഇതേപോലെ ഭഗവാൻ ഇപ്പോൾ ഇടത്തെ പാദം സത്യലോകത്തെ അവിടെ ഉറപ്പിച്ചു വെച്ചപ്പോൾ ഭഗവാന്റെ പാദം കഴുകിയപ്പോൾ ആ പാദം കഴുകിയ തീർത്ഥം എത്രയോ വലിയ ഒരു ഗംഗാപ്രവാഹമായിട്ട് അതിങ്ങനെ ഒഴുകി വരികയാണ്. അതിങ്ങനെ ഒഴുകി വരുന്നത് കണ്ടാൽ എന്താ തോന്നുക? ശരിക്കും പറഞ്ഞാൽ അത് ശരിക്കും ഒരു കൊടി ഏറ്റം കഴിഞ്ഞാൽ ആ കൊടി എങ്ങനെയാണോ പാറിക്കളിക്കുന്നത് ഇതേപോലെ ഭഗവാന്റെ കീർത്തി 3 ലോകങ്ങളിലും പാറിക്കളിക്കുന്നത് പോലെയായിരുന്നു വാസ്തവത്തിൽ ആ വാമനാവതാരത്തിൽ ബ്രഹ്മാവ് ചെയ്ത ഭഗവാന്റെ ആ പാദാഭിഷേകം എന്നാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് ഇന്ന് ലോകത്തിൽ എല്ലാ ലോകത്തിലുമുള്ള 14 ലോകങ്ങളിലുമുള്ള മുഴുവൻ ആൾക്കാർക്കും ശുദ്ധീകരണം വേണമെങ്കിൽ അവർ സമീപിക്കുന്നത് ഗംഗ എന്ന് പറയുന്ന നദിയെയാണ്. അപ്പോൾ ഭാരതത്തിൽ നമുക്ക് ആ ഗംഗാപ്രവാഹമുണ്ട്. അത് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. അപ്പം അങ്ങനെ ഭഗവാന്റെ പാദതീർത്ഥമായ ഗംഗയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് അതിൽ ഒരു ശ്ലോകം. ഇങ്ങനെ അനേകം ശ്ലോകങ്ങളിൽ എങ്ങനെയാണ് മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ശുദ്ധിയുണ്ടായിത്തീരുക എന്നാണ് എല്ലാ ദേവന്മാരും ഭഗവാനെ പറ്റി പറഞ്ഞത്. പിന്നീട് ബ്രഹ്മാവ് അവിടുന്ന് ഭഗവാനോട് പറഞ്ഞു, അങ്ങ് ഭൂമിയിൽ വന്നിട്ട് 125 സംവത്സരങ്ങൾ പൂർത്തിയായി. സ്വതവേ ഒരു മനുഷ്യന് 120 വയസ്സ് വരെയാണ് ഭൂമിയിലിരിക്കാൻ സമയം കൊടുക്കുക. 5 കൊല്ലം കൂടി ആരധികരുന്നു? ഭഗവാൻ അധികം ഇരുന്നു എന്നർത്ഥം. അപ്പം അതുകൊണ്ട് ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞു, അങ്ങ് ഇനിയും ഇവിടെ തുടരാനാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഭൂമിയിൽ തുടരാം. അതല്ല തിരിച്ചെഴുന്നള്ളാനാണ് ഭഗവാൻ വിചാരിക്കുന്നതെങ്കിൽ അതും ഭഗവാന്റെ ഇഷ്ടം പോലെ ആവാം എന്ന് ബ്രഹ്മാവ് ഭഗവാനോട് പറഞ്ഞ സമയത്ത് ഭഗവാൻ പറഞ്ഞു, അവതാരിതമേതന്മേ യഥാർത്ഥ വിബുധേശ്വര കൃതംബ കാര്യമഖിലം ഭൂമേഹേ ഭാരഃ അവതാരിത. അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഭൂമിയുടെ ഭാരമൊക്കെ ഏകദേശം തീർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഞാനിനി അധികം സമയം ഭൂമിയിൽ ഇരിക്കുന്നില്ല. ഞാൻ തിരിച്ച് എഴുന്നള്ളാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി യാദവകുലമാണിപ്പോൾ ഭൂമിക്ക് ഭാരമായി തീർന്നിരിക്കുന്നത്. താമസിക്കാതെ ആ യാദവന്മാരെല്ലാവരും ഇനി ഭൂമിയുടെ ഭാരം അവർ തമ്മിൽ തല്ലി മരിച്ചുകൊണ്ട് അവരും ഭൂമിയുടെ ഭാരം തീർക്കുന്നതാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞാൽ ഞാനും എൻ്റെ ഈ രൂപത്തെ ഉപേക്ഷിച്ച് ജനങ്ങളുടെ കണ്ണിൽ നിന്ന് മറഞ്ഞിരിക്കുമെന്ന് ഭഗവാൻ അവിടെ വെച്ച് ബ്രഹ്മാദി ദേവന്മാരോടൊക്കെ പറഞ്ഞു. എല്ലാ ദേവന്മാരും അവിടെ വെച്ച് ഭഗവാനെ പുഷ്പാഞ്ജലി ചെയ്ത് ശരിക്കും പറഞ്ഞാൽ ഒരു പൂമൂടലൊക്കെ നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അനേകം ദിവ്യമായിരിക്കുന്ന പൂക്കളെ കൊണ്ടാണ് ഈ ദേവന്മാർ അവിടെ വെച്ചൊരു പൂമൂടൽ നടത്തിയത്. അത് കഴിഞ്ഞ് എല്ലാവരും ഭഗവാനെ പ്രദർശനം വെച്ചു, എല്ലാവരും ഭഗവാനെ നമസ്കരിച്ചു. അത് കഴിഞ്ഞാണ് ദേവന്മാരെല്ലാവരും ഭഗവാനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരവരുടെ ലോകങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ്. ഇതെല്ലാം കണ്ടപ്പോഴാണ് ഭഗവാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചു. ഭഗവാൻ ദ്വാരകയിൽ എല്ലാവരെയും വിളിച്ചു പറഞ്ഞു, നമ്മുടെ ദ്വാരകയ്ക്കൊരു ശാപം നേരിട്ടിരിക്കുകയാണ്. ആ ശാപത്തിൻ്റെ കഥ ശ്രോതാക്കൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നത് ഞാൻ വളരെ ചുരുക്കി പറയാം. ഒരിക്കൽ ഭഗവാന്റെ പുത്രന്മാരെല്ലാവരും കൂടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമയത്താണ് ഭഗവാനെ കാണാൻ വേണ്ടി കുറേ മഹർഷിമാർ വന്നിരുന്നു. ആ മഹർഷിമാർ ഭഗവാനെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു പോകുന്ന സമയത്ത് ജാമ്പവതി സുത എന്ന് പറയുന്നുണ്ട്. ജാമ്പവതിയുടെ പുത്രനായിരുന്നു സാമ്പൻ. എത്രയോ കാലം ജാമ്പവതി വ്രതങ്ങളൊക്കെ ചെയ്ത് അതിൻ്റെ ഫലമായിട്ടാണ് സാക്ഷാൽ സുബ്രഹ്മണ്യസ്വാമിയെ ജാമ്പവതിക്ക് സ്വന്തം പുത്രനായിട്ട് കിട്ടിയത്. ആ സുബ്രഹ്മണ്യൻ്റെ അംശം കൊണ്ട് അവതരിച്ച ആളാണ് സാമ്പൻ. അപ്പോൾ ഈ സാമ്പനെ ഇവരെല്ലാവരോട് എന്ത് ചെയ്തു? ഒരു സ്ത്രീയുടെ വേഷം കെട്ടിച്ചു, പൂർണ്ണ ഗർഭിണിയായ ഒരു സ്ത്രീയുടെ വേഷം. അത് കഴിഞ്ഞ് മഹർഷിമാരെ കണ്ട സമയത്ത് അവർ വിനയമില്ലാതെ അഭിനയിച്ചുകൊണ്ട് അവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു, ഇവൾ ഗർഭിണിയാണ്, ഇവൾ പ്രസവിച്ചാൽ എന്താണ് ഉണ്ടാവുക ചോദിച്ചു. അപ്പോൾ മഹർഷിമാർക്ക് മനസ്സിലായി ഞങ്ങളെ പരിഹസിക്കുകയാണെന്ന് അവർക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. അവർ പറഞ്ഞു, പ്രസവിച്ചാൽ ഇരുമ്പൊലയ്ക്കാണ് ഉണ്ടാവുക, ഈ ഇരുമ്പൊലയ്ക്ക കാരണം നിങ്ങളുടെ വംശം മുഴുവൻ നശിച്ചു പോകട്ടെ എന്ന് ഈ ബ്രാഹ്മണൻ അവരെ ശപിച്ചു. ശാപമൊക്കെ കഴിഞ്ഞ് അവർ കുട്ടികളൊക്കെ ചിരിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞ് സാമ്പൻ്റെ ഈ വയറിൽ കെട്ടി വെച്ചത് കഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഇരുമ്പിൻ്റെ ഒലയ്ക്ക കെട്ടിവെക്കുന്ന സമയത്ത് അതോടെ ഇല്ലായിരുന്നു. ഇപ്പം എന്തോ ഒരു അത്ഭുതം പോലെ ആ വയറിൻ്റെ ഉള്ളിൽ ഒലയ്ക്ക കണ്ടപ്പോൾ അവർക്ക് വലിയ അത്ഭുതം തോന്നി. ആ ഒലയ്ക്ക നിലത്ത് വീണപ്പോൾ അത് വലുതാവാൻ തുടങ്ങി. അതെത്രയോ വലുതായി വളരെ വലിയ ഒരു ഇരുമ്പൊലയ്ക്കയായിട്ട് മാറി. സാധാരണ പറയാറുണ്ട്, ഋഷീണാം പുനരര്യാനാം വാചം അർത്ഥോനുധാവതി എന്ന് പറയാറുണ്ട്. ഋഷിയെ പോലുള്ള ആൾക്കാർ, മഹാത്മാക്കളായ ആൾക്കാരൊക്കെ എന്തെങ്കിലും ഒന്ന് അവരുടെ നാവ് കൊണ്ട് പറഞ്ഞാൽ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യം അതുപോലെ തന്നെ സംഭവിക്കുന്നത്. അത് പണ്ടും അങ്ങനെയാണ്, ഇന്നും അങ്ങനെയാണ്. അതുകൊണ്ടാണ് മഹാത്മാക്കളെ പരിഹസിക്കരുത്, കളിയാക്കരുത് എന്നൊക്കെ നമ്മുടെ ശാസ്ത്രങ്ങളും പുരാണങ്ങളൊക്കെ നമ്മളോട് പറയണം. ഈ ബ്രാഹ്മണരെയൊക്കെ ഇങ്ങനെ പരിഹസിച്ചതുകൊണ്ടാണ് ഈ യാദവന്മാർക്ക് മുഴുവനും ഇത്രയും വലിയൊരു ശാപം നേരിട്ടത്. അപ്പോൾ സ്വതവേ ദ്വാരകയിൽ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ശ്രീകൃഷ്ണ ഭഗവാനോട് പറയും. പക്ഷേ ഈ ഭഗവാനോട് പറയാൻ ആർക്കും തോന്നിയില്ല. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും അങ്ങനെയാണ്. വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ നമുക്ക് വേണ്ട ആൾക്കാരോട് പറയാൻ തോന്നില്ല. അതിനാണ് ആപത്ത് എന്ന് പറയും. ഇവരെല്ലാവരും കൂടി വലിയ ഇരുമ്പലൊക്കെ എടുത്ത് നേരെ രാജാവിനെ ചെന്ന് കണ്ടു. ദ്വാരകയിലെ രാജാവ് ഉഗ്രസേനനാണ്. ഉഗ്രസേനൻ കഥ കേട്ടപ്പോൾ പറഞ്ഞു, ഒലയ്ക്ക കാരണം നമ്മുടെ വംശം നശിക്കുന്നല്ലേ പറഞ്ഞത്, എന്നാൽ പിന്നെ ഒലയ്ക്ക അങ്ങോട്ട് നശിപ്പിച്ചേക്കാം, അതാണല്ലോ അതിൻ്റെ യുക്തി. പക്ഷേ ഇത്തരത്തിലുള്ള യുക്തികളൊന്നും ഈശ്വരൻ്റെ മുന്നിൽ നമുക്ക് ഒരിക്കലും സഹായകരമായി തീരുകയില്ല എന്നാണ് വേദങ്ങളെല്ലാം പറയുന്നത്. നമ്മളുടെ യുക്തിക്കൊക്കെ കുറേ പരിമിതികളുണ്ട്. ഈശ്വരൻ എന്ന് പറയുന്നത് ആ യുക്തിയുടെ അപ്പുറത്താണ്. ഏതായാലും ആ ഇരുമ്പിൻ്റെ വലിയ ഒലയ്ക്ക പൊടിക്കാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. പൊടിച്ച് ആ പൊടി മുഴുവനും കടലിൽ കൊണ്ടുപോയിട്ട് കലക്കി. പിന്നീട് അതൊക്കെ കാറ്റടിച്ചിട്ട് തിരമാല വന്ന് ഈ പൊടികളൊക്കെ തീരത്തേക്ക് തന്നെ വന്നു. ആ തീരത്തുള്ള പല ജീവപദാർത്ഥങ്ങളോട് ചേർന്ന് കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഇവിടെ കുറേ ഏരകപ്പുല്ലുകൾ മുളച്ചു വരികയാണ്. ഈ ഏരകപ്പുല്ലുകൾ പറിച്ചെടുത്തിട്ടാണ് അവസാന യാദവന്മാരെല്ലാവരും തമ്മിൽ തല്ലി മരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ബാക്കിയുണ്ടായിരുന്നു, അത് സാരമില്ല, ഇതന്നെയാണല്ലോ നമ്മളും ചെയ്യല്ലേ. അമ്പലത്തിൽ വന്നാലും വീട്ടിലിരിക്കുമ്പോഴൊക്കെ ചിലത് കാണുമ്പോൾ നമ്മൾ ഇതൊന്നൊരു സാരമില്ല എന്ന് പറയും. ഈ സാരമില്ല എന്ന് വിചാരിക്കുന്നതാണ് ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അറിയാതെ വലിയ പ്രശ്നത്തിന് ഇടയാക്കി തീർക്കണം. ഏതായാലും സാരമില്ല എന്ന് പറഞ്ഞ് സമുദ്രത്തിലേക്ക് വലിച്ചെറിഞ്ഞ ആ ചെറിയ ഇരുമ്പിൻ്റെ കഷ്ണം ഒരു മത്സ്യം വിഴുങ്ങി. ചില മത്സ്യജീവികൾക്ക് വലയിട്ടപ്പോൾ ആ മത്സ്യത്തിനെ കിട്ടി. ആ മത്സ്യത്തിനെ മുറിച്ചിട്ട് മത്സ്യത്തിൻ്റെ വയറിൽ നിന്ന് കിട്ടിയ ആ ഇരുമ്പിൻ്റെ ചെറിയ കഷ്ണമാണ് ഒരു വേടൻ തൻ്റെ അമ്പിൻ്റെ അറ്റത്ത് ചേർത്ത് വയ്ക്കുന്നത്. ഈ അമ്പാണ് അവസാനം ഭഗവാന്റെ പാദത്തിൽ വന്ന് ചേർന്നത്. അപ്പോൾ ഭഗവാനും ആ ശാപത്തിന് അതേപോലെ തന്നെ ഭവിക്കേണ്ടി വന്നു എന്നർത്ഥം. ഇവിടെ ശ്രീ ശിവബ്രഹ്മർഷി കാര്യം പറയുന്നുണ്ട്. വേണമെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യാമായിരുന്നു? എത്രയോ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാറുള്ള ഭഗവാന് വേണമെങ്കിൽ ഈ ശാപത്തിൽ നിന്ന് ദ്വാരകയെയും യാദവന്മാരെയൊക്കെ രക്ഷിക്കാം. ഭഗവാൻ വിചാരിച്ചു അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ എന്ന് ഭഗവാൻ വിചാരിച്ചു. അതിൻ്റെ അർത്ഥം എന്താ? ഭഗവാൻ എന്താണോ സങ്കല്പിക്കുന്നത് ആ സങ്കല്പിക്കുന്ന കാര്യങ്ങളാണ് ഈ പ്രപഞ്ചത്തിൽ അനുനിമിഷം നടക്കുന്നത് എന്ന് എല്ലാ ഉപനിഷത്തുക്കളും പറയുന്നുണ്ട്. നമുക്ക് ഏത് ഉപനിഷത്ത് വേണമെങ്കിൽ നോക്കാം. ഉപനിഷത്തുക്കളൊക്കെ നമ്മളോട് പറയണു ഭഗവാന്റെ സങ്കല്പം അനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയ പുല്ല് പോലും ചലിക്കുന്നത് എന്ന് വേദങ്ങളിലൊക്കെ പറയുന്നുണ്ട്. ധാരാളം കഥകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഭക്തന്മാരെപ്പോഴും എങ്ങനെ സഞ്ചരിക്കും ജീവിതത്തിൽ. അപ്പോൾ ശരിക്കും നമുക്ക് ജീവിക്കാൻ സുഖമാണ്. എന്താണോ നമ്മുടെ ജീവിതത്തിൽ വന്നുപെടുന്നത്, നമ്മുടെ അനുഭവങ്ങൾ സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും രണ്ടനുഭവങ്ങളാണല്ലോ നമുക്ക് വരാറുള്ളത്. അപ്പോൾ ഭക്തൻ എന്താ വിചാരിക്കുക? എല്ലാം ഭഗവാന്റെ പ്രസാദമാണ് എന്ന് വിചാരിച്ചുകൊണ്ട് വളരെ ആനന്ദമയമായ ജീവിതമാണ് ഭക്തന്മാർ നയിക്കാറുള്ളത്. നമ്മളും അതെ, കോഴിക്കോട്ട് താമസിക്കുന്ന നമ്മളും അതെ, എന്തെല്ലാം വരുമ്പോഴും ഒന്നുകിൽ സുഖം വരും അല്ലെങ്കിൽ ദുഃഖം വരും, അതല്ലാതെ ഓരോന്നും വരാനില്ല. അത് രണ്ടിനെയും നമ്മൾ എന്തായിട്ട് കാണുക? ഈശ്വരൻ്റെ പ്രസാദമായി കണ്ടുകൊണ്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നാണ് ഈ കഥകളൊക്കെ നമ്മെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ. ഇവരൊക്കെ പണ്ട് ജീവിച്ചവരാണ്.
ഇന്ന് നമ്മളാണ് ജീവിക്കണം. അപ്പം ഇന്ന് ജീവിച്ചിരിക്കുന്ന നമുക്കായിരിക്കണം ഭാഗവതം കൊണ്ട് പ്രയോജനം ഉണ്ടാവേണ്ടത്, നമ്മുടെ കുട്ടികൾക്കായിരിക്കണം ഭാഗവതം കൊണ്ട് പ്രയോജനം ഉണ്ടാവേണ്ടത്. സ്വതവേ നമ്മുടെ സർവകലാശാലകളിലോ വിദ്യാസ്ഥാപനങ്ങളിലോ ഒന്നും തന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ആരും പറഞ്ഞു തരണില്ല. ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നൊരു സുഹൃത്തിനെ പോലെ എങ്ങനെയാണ് വളരെ സന്തോഷപ്രദമായ അനന്തകരമായ ഒരു ജീവിതം ഏതൊരു മനുഷ്യനും ഈ ലോകത്തിൽ നയിക്കാൻ കഴിയുന്നത്. ഇതാണ് ഭഗവാൻ വാസ്തവത്തിൽ ഇനി ഉപദേശിക്കാൻ പോകുന്നത്. ഈ ഉപദേശം വെറുതെ ഇങ്ങനെ കൊടുത്തിട്ട് കാര്യമില്ല എന്ന് പറയും. അപ്പോൾ വേണമെങ്കിൽ ഭഗവാൻ ഉദ്ധവനെ കാണുമ്പോഴൊക്കെ കുറേശ്ശെ പറഞ്ഞു കൊടുക്കാമായിരുന്നു അല്ലേ. പക്ഷെ അങ്ങനെ ഉപദേശിച്ചുകൊണ്ട് കാര്യമില്ല എന്നാണ് പറയുന്നത്. ഉപദേശിക്കണമെങ്കിൽ ആ കേൾക്കുന്നയാൾ അതിന് പാത്രമായി തീരണം എന്നാണ് പറയാം. പാത്രമാവുക എന്നാണ് അതിന് പറയാം. ഈ സമയത്താണ് ഭഗവാൻ എല്ലാവരെയും പല വഴിക്കും പറഞ്ഞയച്ചു. ചെറുപ്പക്കാരായ ആൾക്കാരോടൊക്കെ പറഞ്ഞ് പ്രഭാസ തീർത്ഥത്തിലേക്ക് പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പം നമ്മുടെ മനസ്സിൽ ദ്വാരക ഉണ്ടാവുമല്ലോ അല്ലേ. നിങ്ങൾ ചില ആൾക്കാരെങ്കിലും ദ്വാരകയിൽ പോയിട്ടുണ്ടാവും. അപ്പോൾ ദ്വാരകയുടെ 4 ഭാഗത്തും സമുദ്രമാണ്. അപ്പോൾ അതിൽ പ്രഭാസം എന്ന് പറയുന്ന ഒരു തീർത്ഥത്തിലേക്കാണ് കുറേ പേരെ പറഞ്ഞയച്ചത്. ശംഖോദ്ധാരം എന്ന് പറയുന്ന മറ്റൊരു സമുദ്രതീരത്തിലേക്ക് സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ഒക്കെ ഭഗവാൻ പറഞ്ഞയച്ചു. അവിടെ വെച്ച് സൽക്കർമ്മങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ പറഞ്ഞത്. അങ്ങനെ ദ്വാരകയിലുള്ള മുഴുവൻ ആൾക്കാരും ഭഗവാന്റെ വാക്ക് കേട്ട് ഈ 2 സമുദ്രതീരങ്ങളിലേക്ക് പോയി. ഭഗവാൻ തൻ്റെ അന്തഃപുരത്തിൽ വന്നിരുന്നു. അവിടെ നല്ലൊരു കട്ടിലുണ്ട്, ഒരു ആട്ടുകട്ടിൽ. ഭഗവാൻ ആ ആട്ടുകട്ടിലിൻ്റെ മുകളിലിരുന്നു. അത് സാവധാനത്തിൽ ഇങ്ങനെ ആടുന്നുണ്ട്. ഭഗവാൻ പ്രത്യേകിച്ച് മനസ്സിൽ ചിന്തകളൊന്നുമില്ല, അവിടെ ഇങ്ങനെ പുഞ്ചിരിച്ചിരിക്കുകയാണ് ഭഗവാൻ. ഭഗവാന്റെ പ്രത്യേകത എപ്പോഴും ഭഗവാൻ തൻ്റെ ബ്രഹ്മപദത്തിൽ തന്നെ ഇരിക്കുകയാണ്. ആ ബ്രഹ്മപദവിയിൽ നിന്ന് ഒരു അര നിമിഷം പോലും ഭഗവാൻ എന്ത് ചെയ്യില്ല, മാറിയിരിക്കില്ല. ആ സമയത്താണ് ആരോരാൾ ഭഗവാന്റെ മുന്നിലേക്ക് നടന്നു വരുന്നതായിട്ട് ഭഗവാന് മനസ്സിലായി. ആ കാൽപരിമാറ്റം കേട്ടപ്പോൾ തന്നെ ഭഗവാൻ ആളെ തിരിച്ചറിയാൻ കഴിഞ്ഞു. അത് ഉദ്ധവനായിരുന്നു. ഉദ്ധവൻ നേരെ ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. ഭഗവാൻ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഉദ്ധവനെ കെട്ടിപ്പിടിച്ചു. നോക്കിയ സമയത്ത് ഉദ്ധവൻ്റെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞൊഴുകിയിരിക്കുകയാണ്. ശ്രോതാക്കൾക്ക് ഉദ്ധവനെ നല്ല പരിചയമുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. എത്രയോ കാലമായി ശരിക്കു പറഞ്ഞാൽ നിഴല് പോലെ ശ്രീകൃഷ്ണ ഭഗവാന്റെ പിന്നാലെ നടന്ന ഒരു മഹാഭാഗവതോത്തമനായിരുന്നു ഉദ്ധവൻ. പ്രധാനമന്ത്രിയായിരുന്നു നമ്മുടെ ഭാഷയിൽ പറഞ്ഞ. ഈ പ്രധാനമന്ത്രിയെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു അത്രേ. മധുരാപുരിയിലും ദ്വാരകയിലും ഉണ്ടായിരുന്ന മുഴുവൻ ജനങ്ങൾക്കും ഈ ഉദ്ധവനാകുന്ന പ്രധാനമന്ത്രിയെ നല്ല ഇഷ്ടമായിരുന്നു. മാത്രമല്ല നല്ല ബുദ്ധിയുള്ള ആളായിരുന്നു. ബൃഹസ്പതിയുടെ ശിഷ്യനായിരുന്നു അദ്ദേഹം. അപ്പോൾ അങ്ങനെയുള്ള ഉദ്ധവനാണ് ഇപ്പോൾ അവസാനമായി ഭഗവാന്റെ മുന്നിൽ വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു ഉദ്ധവനോട്, അങ്ങെന്തേ പോവാതിരുന്നത്? അങ്ങ് ശരിക്കും എവിടേക്ക് പോകേണ്ടതാണ്? സമുദ്രതീരത്തിലേക്ക് പോവേണ്ടതാണ്. അപ്പോൾ ഉദ്ധവൻ അവിടെ വെച്ച് പറഞ്ഞു, ദേവദേവേശ യോഗേശ പുണ്യശ്രവണ കീർത്തന സംഹൃത്യേതൽ കുലം നോനം ലോകം സന്ധ്യക്ഷിതേ ഭവാൻ. ഭഗവാനെ വിളിച്ചത് ദേവദേവേശ യോഗേശ എന്നൊക്കെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങ് ഈ കുലം മുഴുവനും സംഹരിച്ച് എവിടേക്കോ പോവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. വിപ്രശാപം സമർത്ഥഹാപി. വേണമെങ്കിൽ ഈ ബ്രാഹ്മണശാപത്തിൽ നിന്ന് ഈ ദ്വാരകയെ മുഴുവനും ഭഗവാനെ അങ്ങയ്ക്ക് രക്ഷിക്കാമായിരുന്നു. എനിക്കാണെങ്കിൽ ഉദ്ധവൻ പറയണു, അര നിമിഷം പോലും എനിക്ക് ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഞാൻ അങ്ങയോടൊരു കാര്യം പറഞ്ഞാൽ അങ്ങത് കേൾക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, എന്താ ഉദ്ധവ അങ്ങനെ മുഖവരിയായിട്ട് പറയണ്ട, എന്ത് വേണേ എന്നോട് പറയാം. അപ്പോൾ ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു, സ്വധാമ നയ മാം അഭി. മാം അഭി സ്വധാമ നയ. അങ്ങ് എല്ലാ ലീലകളും പൂർത്തിയാക്കി എവിടേക്കോ പോകാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്നെയും ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകണം. കാരണം ഞാൻ എത്രയോ കാലം ഭഗവാന്റെ കൂടെ ജീവിക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഈ ഉദ്ധവനും കൃഷ്ണനും ഒന്നിച്ചാണ് പലപ്പോഴും ആഹാരം കഴിക്കാറുള്ളത്. അവർ രണ്ടുപേരോട് ഒന്നിച്ച് എത്രയോ ദിവസം കടന്നുറങ്ങിയിട്ടുണ്ട്. എല്ലാ ദിവസവും ഭഗവാൻ ആഹാരം കഴിച്ച് ബാക്കി വരുന്ന ആഹാരമാണ് എല്ലാ ദിവസവും ഉദ്ധവൻ ഇത്രയും കാലം കഴിച്ചിരുന്നത്. ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ശ്രീകൃഷ്ണ ഭക്തിയുടെ ഏറ്റവും നല്ല ഒരു പര്യായമായി ജീവിച്ച മഹാനുഭാവനായിരുന്നു ഉദ്ധവൻ. അപ്പോൾ എന്തിനാ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവനെ പോലെ ഒരാളെ അവതരിപ്പിക്കണം? നമ്മളൊക്കെ ഏതായാലും ജീവിക്കണം. നമുക്ക് മരിക്കുന്നത് വരെ ജീവിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും നന്നായിട്ട് ജീവിക്കുകയാണല്ലോ ഏറ്റവും നല്ലതല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഏറ്റവും നന്നായി ജീവിക്കേണ്ടത്? ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും വളരെ കൃത്യമായി ചെയ്തുകൊണ്ട് അതേസമയം
ആ കർമ്മങ്ങളൊക്കെ ഒരു സേവയാണ്, ഈശ്വര സേവയാണ് എന്ന് കരുതിക്കൊണ്ട് ശ്രീകൃഷ്ണ സേവ തൽപരനായി ജീവിച്ച ഒരു മഹാനുഭാവനായിരുന്നു ഉദ്ധവൻ. ലോകത്തിലെ എല്ലാ മനുഷ്യരോടും ഭാഗവതം പറയുന്നത്, ജീവിക്കുകയാണെങ്കിൽ ആരെപ്പോലെ ജീവിക്കണം, ഉദ്ധവനെ പോലെ ജീവിക്കാൻ ഒന്ന് ശ്രമിച്ചു നോക്കെങ്കിലൊക്കെ നമുക്ക് ചെയ്യാലോ അല്ലേ. ഈ ഭാഗവതം വെറുതെ കേൾക്കാനുള്ളതാണ് എന്ന് പലരും ധരിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ പലരും വിചാരിക്കുക വെറുതെ ഇരുന്നിങ്ങനെ ചെവിയോട്ട് കേട്ടാൽ മതി, ഇന്ന് എന്തൊക്കെയോ പുണ്യം കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും ഭാഗവതം കേൾക്കാൻ വരുന്നത്. പക്ഷേ വാസ്തവം അങ്ങനെയല്ല. ഭാഗവതം കേൾക്കുക എന്ന് പറഞ്ഞാൽ കേട്ടാൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. കാര്യങ്ങൾ മനസ്സിലായാൽ പിന്നെ നമ്മൾ ആ മനസ്സിലായതുപോലെ ജീവിക്കാനുള്ള ഒരു ശ്രമം എവിടെ നിന്നുണ്ടാവണം? നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ചില ആൾക്കാർക്ക് 1000 ജന്മമൊക്കെ വേണ്ടി വരും. എന്തിന്? എത്രയാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞത് കൂട്ടി പറഞ്ഞതല്ല. ചില ആൾക്കാർക്ക് 1000 ജന്മം വേണ്ടി വരും ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ പ്രാവർത്തികമാക്കാൻ. ചില ആൾക്കാർക്ക് 500 ജന്മം മതിയാവും, ചിലർക്ക് 200 ജന്മം, ചിലർക്ക് 100 ജന്മം, ചില സുഹൃത്തുക്കൾക്ക് 50 ജന്മം മതിയാവും. നമുക്കിപ്പോൾ എത്ര ജന്മമാണ് 1000-ൽ കൂടുതൽ വേണ്ടി വരുമെന്ന് നമുക്കറിയില്ല. ഏതായാലും നമ്മൾ പരിശ്രമിക്കാതിരിക്കരുത്. നമ്മളും എന്തായാലും, കാരണം 25,000 ജന്മമൊക്കെ എടുക്കേണ്ട ആൾക്കാരുണ്ട്. ഇന്നും ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന പല ജീവികൾക്കും ഇനി 25,000 ജന്മം കഴിഞ്ഞാലേ എന്ത് കിട്ടുള്ളൂ? മോക്ഷം കിട്ടുള്ളൂ. അവരുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ 1000 ജന്മം എന്ന് പറയുന്നത് വളരെ ചെറുതാണ്. അപ്പം അതുകൊണ്ട് നമ്മളുടെ പരിശ്രമം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? കുറയ്ക്കരുത്. നമ്മളെ കൊണ്ട് എത്രത്തോളം ശ്രമിക്കാൻ കഴിയുമോ അത്രത്തോളം നമ്മൾ ഈ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കണം. നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൂടെ ആര് നിൽക്കും? ഭഗവാൻ എങ്ങനെ നിൽക്കും അത്രേ. അപ്പം നമ്മളും ഭഗവാനും ഇങ്ങനെ അഭിമുഖമായിട്ട് നടന്നു വരികയെന്ന് വിചാരിക്കും. നമ്മൾ ഭഗവാന്റെ മുന്നിലേക്ക് ഒരടി നടന്നാൽ ഭഗവാൻ ഒരു 2 അടിയാണ് നമ്മുടെ അടുത്ത് ഇങ്ങോട്ട് വയ്ക്കുക. നമ്മളെക്കാൾ വേഗത കൂടുതലാണ് ആർക്ക്? ഭഗവാൻ അനുഗ്രഹിക്കുന്ന കാര്യത്തിൽ എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഭഗവാനെ ഭജിക്കാൻ മടിക്കരുത്. നമ്മുടെ ഭാഗത്ത് പല തെറ്റുകളും ഉണ്ടാവും, കുറ്റങ്ങളും ഉണ്ടാവും. നേരത്തെ പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? അതായത് ഭക്തൻ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കാണിക്കും. മനുഷ്യനാണോ അവൻ, അറിഞ്ഞിട്ടും അറിയാതൊക്കെ പല തെറ്റുകളും ചെയ്യും. അപ്പോൾ ഭക്തൻ ചെയ്യുന്ന തെറ്റുകളൊന്നും മറ്റുള്ളവർ എന്ത് ചെയ്യേണ്ട, അതിനെപ്പറ്റി ശ്രദ്ധിക്കേണ്ട, നോക്കേണ്ട എന്ന് പറയേണ്ട ഭാഗവതം. ഭക്തനും ശ്രദ്ധിക്കേണ്ട. എന്താ കാരണം? ഈ ഭക്തൻ ചെയ്യുന്ന എല്ലാ തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളും ഭഗവാനാണ് പൊറുക്കുന്നത്. ഭക്തൻ അങ്ങനെ തെറ്റുകളൊന്നും ചെയ്യില്ല. പക്ഷേ മാനുഷികമായ ഒരു ജീവിതമായതുകൊണ്ട് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടോ അറിയാണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ ഭക്തൻ്റെ ഭാഗത്തു നിന്ന് വന്നു പോകും. അങ്ങനെ വന്നു പോകുമ്പോൾ അതൊക്കെ ആര് പരിഹരിച്ചു കൊടുക്കും? ഭഗവാൻ തന്നെ അത്തരത്തിലുള്ള തെറ്റുകുറ്റങ്ങളൊക്കെ പരിഹരിച്ച് എത്രയും പെട്ടെന്ന് ആ ഭക്തനെ സംസാരത്തിൽ രക്ഷിക്കാനുള്ള അതീവ കരുണയുള്ള മൂർത്തിയാണ് ഈ ഭഗവാൻ എന്ന് തെളിയിക്കുന്നതാണ് ഭാഗവതത്തിലെ ഉദ്ധവോപദേശം. അപ്പോൾ അവിടെ വെച്ച് ഉദ്ധവൻ ഭഗവാനോട് പറഞ്ഞു, വയം തിഹ മഹായോഗിൻ ഭ്രമന്ത കർമ്മവർമ്മസൂത്വദ് വാർത്തയാ ധരിഷ്യാമഹ താവകേഹി ദുസ്തരം തമഹ. ലോകം മുഴുവൻ ഇരുട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി ഭഗവാൻ പോയി കഴിഞ്ഞാൽ ഭൂമിയിൽ പിന്നെ ധർമ്മം പറയാൻ വേണ്ടി ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് എല്ലാ തരത്തിലുള്ള ഭാഗവത ധർമ്മങ്ങളും എനിക്ക് ഉപദേശിച്ചു തരണം എന്നാണ് അവിടെ വെച്ച് ഉദ്ധവൻ ഭഗവാനോട് ആവശ്യപ്പെട്ടത്. ഇത് കേട്ട സമയത്ത് ഭഗവാനോടൊന്ന് പറയുകയാണ്. ഇവിടെ വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഉദ്ധവോപദേശം ആരംഭിക്കുന്നത്. അതായത് ഏകാദശ സ്കന്ധത്തിലെ 7ാമത്തെ അധ്യായം മുതലാണ് ഉദ്ധവോപദേശം ആരംഭിക്കുന്നത്. അപ്പോൾ ഭഗവാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഉദ്ധവ, അങ്ങ് മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ശരിയാണ്. ഞാൻ തിരിച്ചെഴുന്നള്ളണം എന്നാണ് എല്ലാ ദേവന്മാരും കൊതിക്കുന്നത്. ഈ ഭൂമിയിൽ വെച്ച് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കഴിഞ്ഞു. ഇതെന്തിനാ ഭഗവാൻ പറയണമെന്ന് അറിയോ? ഓരോ മനുഷ്യനും മരിക്കുന്നതിന് കുറച്ച് മുമ്പ് ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞു നോക്കുന്നത്. അപ്പം നമ്മൾ ആ ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. ഞാൻ എത്രയോ പേര് മരിക്കുന്നത് പ്രത്യക്ഷമായി കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ കുറേ ദിവസം ഞാൻ കൊണ്ടും ആൾക്കാർ മരിക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിൽക്കാറുണ്ട്. ആൾക്കാർ മരിക്കണത് കാണും. അപ്പോൾ ഒരാൾ മരിക്കണ സമയത്ത് അയാൾക്കൊരു തിരിഞ്ഞു നോട്ടം ഉണ്ടാവും അത്ര. വേദങ്ങളൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ജീവിതം വേണ്ടതുപോലെ ഞാൻ ജീവിച്ചുവോ എന്നുള്ള ഒരു തിരിഞ്ഞു നോട്ടം. അപ്പം നമ്മൾ ഇന്നിവിടെ ഈ ഭാഗവത സമീക്ഷയിൽ പങ്കെടുക്കുന്ന നമ്മളും അതേ ഒരു ദിവസം ഭൂമിയോട് യാത്ര പറഞ്ഞു പോകും. ആ മരണസമയത്ത് നമ്മൾ നമ്മളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയണം, ഞാൻ ജീവിച്ചത് സഫലമായ ഒരു ജീവിതമാണ്. എന്തെല്ലാമാണോ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതെല്ലാം ഞാൻ നന്നായിട്ട് ചെയ്ത് എൻ്റെ ജീവിതയാത്ര സഫലമായിട്ടുണ്ട് എന്നാരും ഭഗവാൻ പറയുന്നുണ്ട്. ഇതേപോലെ നമുക്കും പറയാൻ കഴിയണം എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ഉദ്ധവ അങ്ങ് ഇവിടെ നിൽക്കണ്ട, ഈ 7 ദിവസം മാത്രമേ ഈ ദ്വാരകയ്ക്ക് ആയുസുള്ളൂ. സമുദ്ര സപ്തമേ അന്ഹി, സപ്തമേ പറഞ്ഞാൽ 7ാമത്തേതാണ്. അപ്പോൾ ഉദ്ധവോപദേശം ഏകദേശം 6-7 ദിവസം മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇന്ന് മുതൽ 7ാമത്തെ ദിവസം ഈ സമുദ്രം ഒന്നായിട്ട് ഈ ദ്വാരകയിലേക്ക് കയറി വന്ന് സമുദ്രം ആരെ വിഴുങ്ങും? ഈ
ദ്വാരകയെ പൂർണ്ണമായിട്ട് വിഴുങ്ങുന്നതാണ്. അതുകൊണ്ട് അങ്ങ് എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യണം, ഈ ദ്വാരകയിൽ നിന്ന് വൻകരയിലേക്ക് രക്ഷപ്പെട്ടു പോവുക. പിന്നെ നേരെ ബദരിയാശ്രമത്തിലേക്ക് പോവുക. ആ ബദരിയാശ്രമത്തിൽ ചെന്ന് ഭഗവാൻ ഒരൊറ്റ ശ്ലോകം കൊണ്ട് ആദ്യം തന്നെ ഉപദേശം പൂർത്തിയായി. തുംതു സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മനസ്സമ്യക് സമദൃ വിജനസ്വക. അപ്പം നമ്മളോട് ആരെങ്കിലും പറയുകയാണ് ഏകാദശം മുഴുവൻ എനിക്കൊന്ന് പഠിക്കണം എന്നൊരാഗ്രഹമുണ്ട്, സമയമൊന്നും തീരെയില്ല, എന്താ ചെയ്യുക ചോദിച്ചാൽ അതിൻ്റെ മറുപടിയാണ് ഇപ്പോൾ ഭഗവാൻ പറഞ്ഞത്. ഒരൊറ്റ ശ്ലോകം കൊണ്ട് ഭഗവാൻ എന്ത് ചെയ്യുന്നു, ഏകാദശത്തിലെ മുഴുവൻ സാരവും ഭഗവാൻ ഒരു ശ്ലോകം കൊണ്ട് ഉപദേശിക്കുന്നതാണ്. 6ാമത്തെ ശ്ലോകം, 7ാമത്തെ അധ്യായത്തിലെ 6ാമത്തെ ശ്ലോകം. അപ്പം എന്താ ചെയ്യേണ്ടത് ഒരു മനുഷ്യൻ? തുംതു സർവം പരിത്യജ്യ സ്നേഹം സുജനബന്ധുഷു. മമതയാണ് മനുഷ്യനെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് എന്നാണ് ഭഗവാൻ പറയുന്നത്. മമത എന്ന് പറഞ്ഞാൽ എന്താ? മമത എന്ന് പറഞ്ഞാൽ എൻ്റേത് എൻ്റേത് എന്നുള്ള വിചാരം. ഈ ഉപനിഷത്ത് പറയും വാസ്തവത്തിൽ ഈ പ്രപഞ്ചത്തിന് ഒരു ഉടമയേ ഉള്ളൂ. ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ വളരെ മെല്ലെയാണ് പറയുന്നത്, ചെറിയ പദങ്ങളാണ് ഉപയോഗിക്കുന്നത്. കാരണം എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും മനസ്സിലാവണം എന്നുള്ളതാണ്. ഒരു കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുന്ന രീതിയിലാണ് ഏകാദശം എഴുതിയിരിക്കണം. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചില്ലേ ഇതൊക്കെ മനസ്സിലാവും. ശ്രദ്ധിച്ചാൽ വളരെ പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യും. നമുക്ക് അതേപോലെ ജീവിക്കാനുള്ള വഴികളൊക്കെ തുറന്നു കിട്ടും. അപ്പോൾ ഭഗവാൻ പറയുന്നത് ഈ പ്രപഞ്ചത്തിന് മുഴുവനും ഒരു ഉടമ മാത്രമേ ഉള്ളൂ. ഇത് വേദത്തിലൊരു മന്ത്രത്തിൻ്റെ അർത്ഥമാണ്. ആ ഉടമ ഭഗവാൻ മാത്രമാണ്. ഭഗവാനല്ലാതെ ഈ പ്രപഞ്ചത്തിലെ ഒരു വസ്തുവിനും ഉടമകൾ വേറെയില്ല. അപ്പോൾ പിന്നെ നമുക്കൊക്കെ മനസ്സിലിടയ്ക്ക് ഇങ്ങനെ തോന്നാറില്ലേ, എൻ്റേതാണ് 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 എന്നൊരു ചിന്ത അല്ലേ. കഴുത്തിലൊരു മാലയുണ്ടെങ്കിൽ നമുക്ക് എന്താ തോന്നാറുള്ളത്? എൻ്റെ മാലയാണ് എന്നല്ലേ തോന്നുന്നത്. അതാരെങ്കിലും കൊണ്ടുപോയാൽ നമുക്ക് എന്താ തോന്നുക? എന്തൊക്കെയോ വിഷമം തോന്നും അല്ലേ. അപ്പോൾ ഇതൊന്നും ആലോചിച്ചാൽ മതി. വാസ്തവത്തിൽ ഈ മാലയുടെ ഉടമയല്ല. അപ്പം നമുക്കൊരു ഭൂമി ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു 50 സെൻറ്റോ 70 സെൻറ്റോ അല്ലെങ്കിൽ കൂടുതലൊക്കെ ഭൂമി ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് തോന്നും ഇത് എൻ്റേതാണ് തോന്നിയിട്ട് എത്ര കേസുകളാണ് കോഴിക്കോട്ടെ കോടതിയിലൊക്കെ കിടക്കണതല്ലേ. വാസ്തവത്തിൽ ഈ കേസ് കൊടുക്കുന്നവരൊക്കെ ശരിക്കും ഭാഗവതം അറിയാത്തവരാണെന്നാണ് ഭാഗവതം പറയണം. കാരണം എന്താ? ഭൂമി ആരുടേതല്ല, ഒരു മനുഷ്യൻ്റേതുമല്ല ഭൂമി. ഭൂമി പൂർണ്ണമായിട്ടും ആരുടേതാണ്? ഭഗവാന്റേതാണ്. ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. സ്വതവേ നമുക്കൊക്കെ നമ്മളിവിടെ ഈ പൂജയും ഹോമമൊക്കെ ചെയ്തതും എല്ലാം പരിചയമുള്ളവരാണ്. അപ്പോൾ ഈ ഹോമമൊക്കെ കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊരു മന്ത്രം ചൊല്ലും. മന്ത്രമല്ലത് വാസ്തവത്തിൽ ഒരു സങ്കല്പമാണ്. ഇതം ന മമ. അതറിയാത്തവരാരും ഇല്ല അല്ലേ. ഇതം ന മമ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളെന്തോ ഒരു സാധനം കയ്യിലെടുത്ത് സ്രവത്തിലെടുത്ത് നമ്മളത് ഹോമിച്ചു. ഈ ഹോമിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ സങ്കല്പം ചൊല്ലുന്നത്. ഈ സങ്കല്പമാണ്, അതൊരു മന്ത്രമൊന്നുമല്ല, അതൊരു സങ്കല്പമാണ്. എന്താണ് സങ്കല്പം? ഇതം ന മമ. എന്താ അർത്ഥം? ഇത് എൻ്റേതല്ല. ഇത് ആവർത്തിച്ചുറപ്പിക്കുകയാണ്. ഇത് എൻ്റേതല്ല. ഇതം ന മമ. ഇത് എൻ്റേതല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അത് ആരുടേതാണ്? ഇത് ഭഗവാന്റേതാണ്. അതിനാണ് ഭാഗവതം എന്ന് പറയാം. അപ്പോൾ ഭാഗവതം എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മളുടെ മനസ്സിനോട് പറഞ്ഞ് ഉറപ്പിക്കലാണ്. ഈ ലോകത്തിൽ ഏറ്റവും സമ്പന്നനായിട്ട് ജീവിക്കാനുള്ള വഴി അറിയില്ലല്ലോ. എന്നാൽ ഭാഗവതം പറയുന്നത് ലോകത്തിലെ ഏറ്റവും സമ്പന്നനായിട്ട് ജീവിക്കാൻ നമുക്ക് ആർക്കെങ്കിലും മോഹമുണ്ടെങ്കിൽ നമ്മൾ ഇതം ന മമ എന്ന് പറയുന്ന മന്ത്രം അർത്ഥം മനസ്സിലാക്കി പഠിച്ച് ജീവിച്ചാൽ മതി. എല്ലാം ഭഗവാന്റേതാണെന്ന് അറിയുമ്പോൾ ആ ഭക്തനെ ഭഗവാൻ സ്വന്തമാക്കും. അപ്പോൾ ഭഗവാന്റെ സ്വത്ത് മുഴുവൻ ആർക്ക് അവകാശപ്പെട്ടതായി? ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ? എനിക്കറിയാം ഞാൻ വളരെ വേഗത്തിലാണോ പറഞ്ഞു പോകേണ്ടത് അല്ലേ? മനസ്സിലായോ പറഞ്ഞത്? അത് വളരെ എളുപ്പമാണ്. എല്ലാം ഭഗവാന്റേതാണ്. ഭക്തൻ ഭഗവാനെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുമ്പോൾ ഭഗവാൻ എന്താ ചെയ്യുന്നത്? ഭക്തനെ സ്വന്തമാക്കുന്നു. ഭക്തനെ സ്വന്തമാക്കുമ്പോൾ വാസ്തവത്തിൽ ഭക്തൻ ആരായിട്ട് തീരുന്നു? ഭഗവാനായിട്ട് മാറുന്നു. അപ്പോൾ ഭക്തൻ ഭഗവാനായിട്ട് മാറുമ്പോൾ ഈ ലോകത്തിലുള്ള മുഴുവൻ സ്വത്തിനും ഉടമ ആരായി? ഭക്തൻ. പറഞ്ഞാൽ മനസ്സിലായില്ല? ശ്രദ്ധ പോയി. തിരുമേനി മാലയാത്ര വന്നിട്ടാണ് എനിക്ക് തോന്നുന്ന ശ്രദ്ധ പോയത്. ഈ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? ശ്രദ്ധ വളരെ പെട്ടെന്നാണ് പോവുക. ഇവിടെ ഭാഗവതം കേട്ടോണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ആ മാലയാത്ര ഒരു സെക്കൻഡ് നോക്കിയിരുന്നാൽ ഈ പറഞ്ഞൊക്കെ പോകും. അപ്പം ഞാൻ ഉദാഹരണം, വൈദ്യുതി പ്രവഹിക്കുന്ന ഒരു വലിയ ഒരു കമ്പി ഉണ്ടെന്ന് വിചാരിക്കാം. അതിലെ വൈദ്യുതി പ്രവഹിക്കും. പക്ഷേ ആരെങ്കിലും വന്ന് നടുക്ക് എവിടെയെങ്കിലും അങ്ങ് മുറിച്ചാലോ? വലിയ പണിയൊന്നുമില്ല. അതിനാ കമ്പി എവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു പോയാൽ പിന്നെ ഇവിടെ പ്രവാഹം ഉണ്ടാവില്ല. ആ പ്രവാഹം വിച്ഛേദിക്കപ്പെടും. ഇതുപോലെയാണ് ഭാഗവതത്തിനോടുള്ള ശ്രദ്ധ വിച്ഛേദിക്കപ്പെടാൻ അധിക സമയമൊന്നും വേണ്ട, ഒരു ഇത്തിരി സമയം മതി എന്നാണ്. ഈ ഏകാദശം എങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ പോകുന്ന ഒരു വൈദ്യുതി പ്രവാഹം പോലെയുള്ള ഒരു അമൃതപ്രവാഹമാണ്.
അതെവിടെയെങ്കിലും ഒന്ന് മുറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ തുടർച്ച കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ ഭഗവാൻ പറയുന്നു, ഈ ആശയം ആർക്കാണോ ഉണ്ടാകുന്നത് അവൻ ആരായിട്ട് മാറുന്നു? ഭഗവാനായിട്ട് മാറുന്നു. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉദ്ധവൻ. കാരണം ഇവിടെ നമ്മുടെ ഈ യോഗക്ഷേമ സഭാ മന്ദിരത്തിൽ ഇവിടെ ഉദ്ധവനും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനും ഇവിടെ നമ്മളെ അനുഗ്രഹിക്കാൻ ശരിക്കും ഇവിടെ വന്നു എന്ന് വിചാരിക്കാം. വന്നിട്ട് ഇതിലേതാണ് ഉദ്ധവൻ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. തിരുമേനി കുറേ വായിച്ചതല്ലേ, അല്ലേ പരമേശ്വരൻ കുറേ വായിച്ചതല്ലൊക്കെ നിങ്ങൾ ചോദിക്കും. ഉദ്ധവനും കൃഷ്ണനും ഇവിടെ പ്രത്യക്ഷപ്പെട്ടാൽ ഇതിൽ ആരാണ് ഉദ്ധവൻ എന്ന് ചോദിച്ചാൽ ഇത്രയൊക്കെ ഭാഗവതം വായിച്ച് പരിചയമുള്ള എനിക്ക് പോലും പറഞ്ഞു തരാൻ കഴിയില്ല ഇതിലേതാണ് ഉദ്ധവൻ. ഒന്ന് ഉദ്ധവനാണ്, ഒന്ന് കൃഷ്ണനാണ്. അതെന്താ തിരിച്ചറിയാൻ പറ്റാത്തത്? ഉദ്ധവൻ കൃഷ്ണനെ ഉപാസിച്ച് 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 പൂർണ്ണമായും ആരായി തീർന്നിട്ടുണ്ട്? കൃഷ്ണനായി മാറിയിട്ടുണ്ട്. അങ്ങനെയുള്ളൊരു ഭക്തനാണ്. വാസ്തവത്തിൽ ഏത് മനുഷ്യനും ഇത് സാധിക്കും എന്നാണ് ഭാഗവതം പറയുന്നത്. അണുവിന് പോലും കൃഷ്ണനും ഉദ്ധവനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പോൾ അത് ആ ഉപാസനയുടെ ഫലമാണ്. അപ്പം അങ്ങനെയുള്ള ഉദ്ധവനാണ് ഭഗവാനോട് പറയുന്നത്, എനിക്ക് എന്തായാലാണോ ഈ ധർമ്മം അറിയാൻ കഴിയുക ആ രീതിയിലേക്ക് ഉപദേശിച്ചു തരണം എന്നാവശ്യപ്പെട്ടപ്പോൾ ഭഗവാൻ ഒരു നിമിഷം ആലോചിച്ചു. ഉദ്ധവൻ പറഞ്ഞതൊക്കെ ശരിയാണ്. എന്താ കാരണം? ഭഗവാൻ ഏത് നിമിഷമാണോ ഭൂമി ഉപേക്ഷിക്കുന്നത് ആ നിമിഷം തൊട്ട് കലിയുഗം തുടങ്ങും. കലിയുഗം തുടങ്ങിക്കഴിഞ്ഞാൽ ജനഹ അധർമ്മരുചി ഭദ്ര, ജനങ്ങൾക്ക് മുഴുവനും അധർമ്മത്തിലാണത്രേ രുചി ഉണ്ടാവുക. ആരെയും ഒഴിവാക്കിയില്ല കേട്ടോ, ശ്രദ്ധിച്ചോളൂ. ജനോധർമ്മരുചി എന്ന് പറഞ്ഞ ശ്ലോകത്തിൽ ലോകത്തിൽ ഒരാളെയും ഒഴിവാക്കിയിട്ടില്ല. കലിയുഗത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും അധർമ്മത്തിനോടായിരിക്കും രുചി ഉണ്ടാവുക, താല്പര്യമുണ്ടാവുക. അത് പലതരത്തിലാണ് അത്ര അധർമ്മങ്ങൾ ചെയ്യുക. അപ്പം അങ്ങനെയുള്ള കാലത്ത് കുറച്ച് നാമമെങ്കിലും ജപിച്ച് കുറച്ചെങ്കിലും ഈശ്വര സേവ ചെയ്യാൻ ഇവിടെ ഉള്ളവർക്ക് കഴിയണമെങ്കിൽ ഭഗവാൻ എന്ത് ചെയ്യണം? ധർമ്മങ്ങളൊക്കെ കൃത്യമായിട്ട് ഉപദേശിക്കണ്ടേ? അത് പാത്രം നോക്കി ഉപദേശിക്കണ്ടേ? അതുകൊണ്ടാണ് ഭഗവാൻ ഈ ധർമ്മങ്ങളൊന്നും മറ്റാർക്കും പറഞ്ഞു കൊടുക്കാതെ ഉദ്ധവന് മാത്രം പറഞ്ഞു കൊടുക്കാം എന്ന് തീരുമാനിച്ചു. ഇത് ഒരു ഗുരുശിഷ്യ ബന്ധത്തിൽ നോക്കുന്ന സമയത്ത് പൂർണ്ണമായ ശരണാഗതി എന്നതിന് പറയാം. ഇപ്പോൾ മഹാഭാരതം എടുത്തു നോക്കിയാൽ അതുപോലത്തെ ഒരു രംഗം കാണും. അർജുനൻ പൂർണ്ണമായും ഭഗവാനെ ശരണം പ്രാപിച്ചപ്പോഴാണ് ഭഗവാൻ എന്ത് ചെയ്യുന്നത്? ഗീത മുഴുവനും അർജുനന് ഉപദേശിച്ചു കൊടുക്കണം. അത് മഹാഭാരതത്തിലുള്ളതാണ്. ഭാഗവതത്തിൽ ഉദ്ധവൻ പൂർണ്ണമായും ഭഗവാനെ ശരണാഗതി അടഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്യുന്നു? തനിക്കറിയാവുന്ന എല്ലാ ധർമ്മങ്ങളും ഉദ്ധവർക്ക് ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഭഗവാൻ തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ ഭാഗവതം മുഴുവനും നമുക്ക് കാണാം. ഒന്നാമത്തെ ശ്ലോകം കേട്ടോളൂ. 7-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് ഉദ്ധവോപദേശത്തിലെ ഒന്നാമത്തെ ശ്ലോകം. ഒന്നുകൂടി പറയാം. ഏകാദശ സ്കന്ധത്തിലെ 7-ാമത്തെ അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകമാണ് ഭഗവാൻ പറയുന്ന ആദ്യത്തെ ശ്ലോകം. ഭഗവത്ഗീതയിലെ 1-ാമത്തെ ശ്ലോകം മാത്രം പഠിച്ചാൽ മതി. ബാക്കിയുള്ള ഗീത മുഴുവൻ പഠിച്ചിട്ട് നമ്മൾ ബുദ്ധിമുട്ടണ്ട. കാരണം ഒരൊറ്റ ശ്ലോകത്തിൽ ഗീത മുഴുവനുണ്ട്. അതേതാണ് ആ ഒറ്റ ശ്ലോകം? എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കണമല്ലോ. എല്ലാവർക്കും അറിയാം. അപ്പോൾ തുടങ്ങുന്ന 1-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞാൽ അതിൽ ഭഗവത്ഗീത മുഴുവനുമുണ്ട്. ഇതുപോലെ ഏകാദശത്തിലും അതേ ഭഗവാൻ ഉദ്ധവന് ഉപദേശിക്കുമ്പോൾ ആ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ എല്ലാ ധർമ്മങ്ങളെയും ഭഗവാൻ ഉപദേശിച്ചു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആ ശ്ലോകം മാത്രം പഠിച്ചാലും മതി. എല്ലാവരും തിരക്കുള്ളവരാണല്ലോ, അല്ലേ? അപ്പോൾ തിരക്കുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആദ്യം തന്നെ 1-ാമത്തെ ശ്ലോകത്തിൽ പറയാനുള്ള മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു. എന്താ ഭഗവാൻ പറഞ്ഞത്? ശ്രദ്ധിച്ചു കേട്ടോളൂ. പ്രായേണ മനുജ ലോകേ ലോകതത്വ വിചക്ഷണ സമുദ്ധരന്തി ആത്മാനം ആത്മനേവാശുഭാഷയാത്. എന്താ അതിൻ്റെ അർത്ഥം? നമ്മളൊക്കെ പലപ്പോഴും വിചാരിക്കും ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിച്ച് നമ്മളെ കൈപിടിച്ചുയർത്തി നമുക്കങ്ങോട്ട് മോക്ഷം കിട്ടാം എന്ന് വിചാരിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലൊക്കെ ജീവിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഒരു താക്കീതാണ്, ആരും വരില്ല നിങ്ങളെ സഹായിക്കാനോ നിങ്ങളെ കൈപിടിച്ചു നിർത്താനോ നിങ്ങൾക്ക് മോക്ഷം തരാനോ ഈ ലോകത്തിൽ ഒരാൾക്കും സത്യമല്ല. ഞെട്ടൊന്നും വേണ്ട കേട്ടോ കേട്ടിട്ട്. ഇത് ശരിക്കും കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവില്ലേ? നമ്മുടെയൊക്കെ വിചാരം എന്താ? ആരെങ്കിലുമൊക്കെ നമ്മളെ എങ്ങനെയെങ്കിലുമൊക്കെ ഈ സംസാര സാഗരത്തിൽ നിന്ന് പിടിച്ച് കരകയറ്റും അല്ലേ എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചത്. പക്ഷെ 1-ാമത്തെ ശ്ലോകത്തിൽ തന്നെ ധീരനായ ശ്രീകൃഷ്ണ ഭഗവാൻ പറഞ്ഞു, ലോകത്തിലെ മുഴുവൻ മനുഷ്യരോടും പറയുകയാണ്, ഹേ മനുഷ്യ, ഒരാളും നിന്നെ സഹായിക്കാൻ വരികയില്ല. അങ്ങനെ വിചാരിച്ചിട്ട് നീ എന്ത് ചെയ്യണ്ട? വെറുതെ ഇരിക്കണ്ട. പിന്നെയോ
ഉദ്ധരേത് ആത്മനാത്മാനം എന്ന് ഗീതയിലും ഭഗവാൻ പറയണം. അതിനെ എവിടെയും പറയണത് സമുദ്ധരന്തി ഹി ആത്മാനം ആത്മന ഏവ അശുഭാഷയാത്. ആത്മാനം ആത്മന ഏവ, അവനവനെ അവനവൻ തന്നെ സംസാരത്തിൽ നിന്ന് കരകയറ്റണം. ആരും സഹായിക്കാൻ വരില്ല. പേടിയാവണ്ടല്ലേ നമുക്കിത് കേട്ടിട്ട്. ഈശ്വര, നമ്മളൊക്കെ വിചാരിച്ചത് ആരെങ്കിലുമൊക്കെ നമ്മളെ സഹായിച്ചിട്ടോ ആരെങ്കിലുമൊക്കെ നമ്മുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചിട്ടൊക്കെ നമുക്ക് ഈ അനുഗ്രഹമൊക്കെ കിട്ടിയിട്ട് നമുക്കങ്ങോട്ട് രക്ഷപ്പെടാം എന്ന് നമ്മളൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും അല്ലേ? അങ്ങനെ കരുതിയവരായിരിക്കും നമ്മൾ. ഭഗവാൻ ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. ആത്മാനം ആത്മന ഏവ അശുഭാശയാത് സമുദ്ധരന്തി എന്നാണ് ഉറപ്പിച്ച് പറയുക ഭഗവാൻ. അവനവനെ അവനവൻ തന്നെ സംസാരത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇതാണ് ലോകതത്വ വിചക്ഷണന്മാരായിരിക്കുന്ന മുഴുവൻ ആൾക്കാരും പറയുന്നത്. ആത്മനഃ ഗുരുഹു ആത്മാ ഏവ. മറന്നു പോകരുത് കേട്ടോ. ഏകാദശം മുഴുവൻ മറന്നാലും ഇവിടുന്ന് പറഞ്ഞ സകല കാര്യങ്ങളും മറന്നുപോയാലും ഇത് മറന്നു പോകരുതെന്ന് എന്ത് മറക്കാൻ പാടില്ല? ആത്മനഃ ഗുരുഹു ആത്മാ ഏവ. അടുത്ത ശ്ലോകം, അവനവൻ്റെ ഗുരു അവനവൻ തന്നെയാണ്. അപ്പം നമ്മൾ തന്നെ എങ്ങനെയാണ് നമ്മുടെ ഗുരു ആയിത്തീരുക? അത് ഭഗവാൻ പറയുന്നുണ്ട്, പ്രത്യക്ഷം കൊണ്ടും അനുമാനം കൊണ്ടും അറിയണം എന്നാണ്. പ്രത്യക്ഷം കൊണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചുറ്റുപാടും ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ കഥകളൊക്കെ നമ്മൾ ദിവസേന കാണുന്നുണ്ട്. അപ്പോൾ ചിന്തിക്കുക, എത്രയെത്ര യോഗ്യന്മാരായ ആൾക്കാർ, കേവന്മാരായ ആൾക്കാർ ഈ ഭൂമിയിലുണ്ടായിരുന്നു അല്ലേ? അവരൊക്കെ ഭൂമി വിട്ടുപോയി. എന്താ അവർ കൊണ്ടുപോയത്? ചിന്തിക്കുക. അപ്പോൾ മനസ്സിലാവും അവരൊന്നും കൊണ്ടുപോയിട്ടില്ല. പിന്നെ പണ്ട് ഏതോ ഒരു വലിയ ചക്രവർത്തിയുടെ കഥ കേട്ടിട്ടുണ്ട് ഞാൻ. ആ ചക്രവർത്തി ലോകം മുഴുവൻ കീഴടക്കാൻ വേണ്ടി ഒരുപാട് യുദ്ധങ്ങളൊക്കെ നടത്തി. അവസാനം അദ്ദേഹം തൻ്റെ കൂടുതൽ ആൾക്കാരോട് പറഞ്ഞു, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ കൈ രണ്ടും ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം എന്നെ അടക്കം ചെയ്യാമല്ലോ. ഇതൊരു ക്രിസ്ത്യാനിയായിരുന്നു. നിങ്ങൾക്കൊക്കെ അറിയാം, അലക്സാണ്ടറാണ്, വേറെ ആരുമല്ല. അപ്പോൾ അലക്സാണ്ടർ പറഞ്ഞു, ഞാൻ മരിക്കുമ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ രണ്ട് കൈകളും ആ ശവപ്പെട്ടിയുടെ പുറത്തേക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണം അതിനെ അടക്കം ചെയ്യാൻ. എന്തിനാ കാരണം? ആലോചിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ? ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ വേണ്ടി ശ്രമിച്ച എനിക്ക് പോകുമ്പോൾ കയ്യിലൊന്നും കൊണ്ടുപോകാൻ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ നമുക്കോ? ഈ അലക്സാണ്ടർ എന്ന ഭാഗവത്തുള്ള കഥയല്ല കേട്ടോ, ഞാൻ പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടി ഉദാഹരണം പറഞ്ഞതാണ്. അത് തന്നെയാണ് ഭഗവാൻ ഇവിടെ പറയുന്നു. അത്രമാം മാർഗയന്ത്യയുക്ത ഹേതുപരീശ്വരം ഗൃഹ്യമാണൈഹി ഗുണൈഹി ലിംഗൈഹി അഗ്രാഹ്യമനുമാനത. നല്ലതുപോലെ ചിന്തിക്കുന്ന ആൾക്ക് ഈശ്വരൻ ഗുരുവായിട്ട് ഇവിടെ മുഴുവനുണ്ട്. അതിനാണ് ഭഗവാൻ 24 ഗുരുക്കന്മാരുടെ കഥ ആദ്യമായിട്ട് പറയണം. അപ്പോൾ ഒരിക്കൽ യദു എന്ന് പറയുന്നൊരു മഹാരാജാവ് ഒരു അവധൂതനെ കണ്ടുമുട്ടുകയാണ്. ദത്താത്രേയ മഹർഷിയാണ് ഈ അവധൂതൻ. അദ്ദേഹം എങ്ങനെയാ വെച്ചാൽ, അപ്പോൾ സഹ്യവ്രതം നമുക്ക് നല്ല പരിചയമുള്ളതാണ്. ഈ സഹ്യവ്രതത്തിൻ്റെ പല പല ഭാഗങ്ങളിലുമൊക്കെ അദ്ദേഹം ഇങ്ങനെ സഞ്ചരിക്കാറുണ്ട്. കാവേരി പുഴയുടെ തീരത്തൊക്കെ സഞ്ചരിക്കാറുണ്ട്. ഈ രാജാവ് പലപ്പോഴും ഈ അവധൂതനെ കണ്ടു. ശരീരത്തിൽ വസ്ത്രങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന്. അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് എപ്പോഴും നല്ല സന്തോഷമാണ്. കയ്യിൽ ഒരു സാധനം ഇല്ലാതെ സന്തോഷിക്കുന്നത് കണ്ടപ്പോൾ രാജാവ് ഒരിക്കലും ഇദ്ദേഹത്തോട് ചോദിച്ചു, ഞാൻ ചക്രവർത്തിയായിട്ടും എനിക്ക് അങ്ങയെപ്പോലെ സന്തോഷിക്കാൻ കഴിയണില്ല. അങ്ങയുടെ, ശ്രദ്ധിച്ച് കേൾക്കണേ, 24 ഗുരുക്കന്മാരുടെ തത്വമാണ് ഇനി പറയുന്നത്. അങ്ങയുടെ കയ്യിൽ യാതൊന്നുമില്ല, പക്ഷെ അങ്ങ് വളരെ സന്തോഷമായിട്ടിരിക്കുന്നു. വെയിലോ മഴയോ മഞ്ഞോ ഇവിടെയുള്ള കരിമ്പാറകളോ ഇവിടെയുള്ള വൃക്ഷങ്ങളോ ഇവിടെയുള്ള ജീവജാലങ്ങളോ ഇതൊന്നും തന്നെ അങ്ങയുടെ ജീവിതത്തെ ഒരു തരത്തിലും വിഷമിപ്പിക്കാതിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് വിസ്മയം തോന്നുകയാണ്. എന്താണ് അങ്ങയുടെ ജീവിത രഹസ്യമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, സന്ധ്യമേ ഗുരവോ രാജൻ. ഹേ മഹാരാജാവേ, എനിക്ക് കുറേ ഗുരുക്കന്മാരുണ്ട്. ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് കണ്ടുപിടിച്ചവരാണ്. അവരുടെ മുഴുവൻ പേര്, 24 ഗുരുക്കന്മാരുടെയും പേര് ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു. ഞാനൊന്ന് പറയാൻ വേണ്ടി ശ്രമിക്കാം, എണ്ണിക്കോളും. പൃഥിവി, വായു, ആകാശം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതം, അജഗരം, സിന്ധു, പതംഗം, മധുകൃത്ത്, ഗജം, മധുഹ, ഹരിണം, മീന, പിങ്കള, കുരരി, അർഭകൻ, കുമാരി, ശരകൃത്ത്, സർപ്പം, ഊർണനാഭി, സുവേശകം. ഒറ്റ ശ്വാസമാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? 24 ഗുരുക്കന്മാരുടെയും പേര് പറഞ്ഞപ്പോൾ രാജാവിന് അത്ഭുതമായി. എന്താണ് ഈ ഗുരുക്കന്മാരൊക്കെ അങ്ങയെ പഠിപ്പിച്ചത്? അദ്ദേഹം അതേ ക്രമത്തിൽ, ഇപ്പോൾ പറഞ്ഞ ക്രമം ഏതാണോ അതേ ക്രമത്തിലാണ് ഓരോ ഗുരുവിൽ നിന്ന് എന്താണ് പഠിച്ചത് എന്ന് അദ്ദേഹം പറയുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ ഇതാണ് ഉദ്ധവർക്ക് ആദ്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. പൃഥിവി പറഞ്ഞാൽ ഭൂമി എന്താ പഠിപ്പിക്കുന്നത്? ഭൂമി നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമ എന്ന് പറയുന്ന ഗുണമാണ്. ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക.
നമ്മളോട് ചോദിക്കുക, നമ്മൾ ക്ഷമിക്കാറുണ്ടോ? അതെപ്പോഴെങ്കിലും വെറുതെ ഇരിക്കുമ്പോൾ ചെയ്താൽ മതി. എത്രത്തോളം ക്ഷമിക്കാം? ക്ഷമയ്ക്ക് യാതൊരു പരിമിതിയുമില്ല എന്നാണ് വേദങ്ങളും ഭാഗവതം പറയണത്. അതുകൊണ്ട് ക്ഷമിക്കുക, ക്ഷമിക്കുക, ക്ഷമിക്കുക. അതാണ് ഭൂമി പഠിപ്പിക്കുന്ന ഒന്നാമത്. അപ്പോൾ വല്ലവരും നമ്മൾ ഉപദ്രവിച്ചാൽ എന്താ വേണ്ടത്? ക്ഷമിക്കണം. പിന്നെ ഉപദ്രവിച്ചാലോ പിന്നെയും ക്ഷമിക്കണം. വീടൊന്നായിട്ട് കത്തിച്ചാലോ അദ്ദേഹത്തിനോട് ക്ഷമിക്കണം. പൈസക്ക് ഒരാൾ എടുത്തുകൊണ്ട് ചെയ്യുന്ന ആളെയൊക്കെ മനസ്സിലായി അയാളോടും ക്ഷമിക്കണം. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ആദ്യത്തെ ചെറിയ കാര്യത്തിലൊക്കെ ക്ഷമിച്ച് പഠിച്ചാൽ പിന്നെ വലിയ കാര്യങ്ങളൊക്കെ നമുക്ക് ക്ഷമിക്കാൻ വളരെ എളുപ്പമായിരിക്കും. അത് നമ്മളൊന്ന് ശ്രമിച്ചാൽ മതി. അപ്പോൾ ക്ഷമയാണ് ഭൂമി പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തെ പാഠം പരോപകാരമാണ്. ഓരോ ദിവസവും നമ്മൾ ജീവിക്കുന്നത് 18 പുരാണങ്ങളിലും വ്യാസൻ ഒരൊറ്റ കാര്യമാണ് എടുത്തു പറയണത്: പരോപകാര പുണ്യായ പാപായ പരപീഡനം. ആരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞോളൂട്ടോ. 18 പുരാണമൊന്നും നമ്മളെ കൊണ്ട് വായിക്കാൻ സമയം ഉണ്ടാവില്ല. 18 പുരാണങ്ങളിലും വ്യാസൻ ഒരു കാര്യമാണ് ആവർത്തിക്കുന്നത്: പരോപകാരം ചെയ്യുക. ഒന്നാമത്തെ കാര്യം. ഇന്നിപ്പോൾ എത്ര പരോപകാരം ചെയ്തു? എൻ്റെ വാച്ചിലേക്ക് നോക്കിയപ്പോൾ നേരെ 10:42 ഇന്ന് രാവിലെ 3 മണിക്ക് തുടങ്ങിയ സമയമാണല്ലേ. 7 മണിക്കൂറും 42 മിനിറ്റും കഴിഞ്ഞിട്ട് നമ്മളോട് ചോദിക്കുക, നമ്മൾ എന്ത് പരോപകാരമാണ് ചെയ്തത്? ഇത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കണം. ഓരോ മണിക്കൂർ പഴയ കാലത്തൊക്കെ നമ്മുടെ വീട്ടിൽ ക്ലോക്ക് ഇങ്ങനെ അടിക്കുകയായിരുന്നു അല്ലേ. 7 ആണെങ്കിൽ 7 അടിക്കും, 8 ആണെങ്കിൽ 8 അടിക്കും. ഇപ്പം അങ്ങനെ അധികം കാണാറില്ല. ആ സമയം നമ്മൾ ചോദിക്കണം, ഈ മണിക്കൂറിൽ ഞാൻ എന്ത് പരോപകാരമാണ് ചെയ്തത്? ഒരു പരോപകാരവും ചെയ്തിട്ടില്ല എന്നാണ് ഉത്തരമെങ്കിൽ ഉടനെ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത നിമിഷം തന്നെ എന്തെങ്കിലും ഒരു ഉപകാരം ആർക്കെങ്കിലും ചെയ്യുക. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, ദാഹിക്കുന്നവന് വെള്ളം കൊടുക്കുക, രോഗിക്ക് പരിചര്യകൾ ചെയ്തു കൊടുക്കുക. ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അപ്പോൾ രൈക്വൻ എന്ന് പറഞ്ഞൊരു മഹർഷിയുടെ കഥയുണ്ട് ഉപനിഷത്തിൽ. രൈക്വൻ കേട്ടിട്ടുണ്ടാവുമല്ലേ? തൻ്റെ ജീവിതകാലം മുഴുവനും അദ്ദേഹം അന്യന്മാർക്ക് ഉപകാരം ചെയ്തുകൊണ്ട് ജീവിച്ച ഒരു മഹാനുഭാവനായിരുന്നു രൈക്വൻ എന്ന് പറയുന്ന മഹർഷി. ഒരിക്കൽ അദ്ദേഹം നടന്നു പോകുന്ന സമയത്ത് ഒരു വണ്ടി ഒരാൾ കുത്തിക്കൊണ്ടുപോകാൻ പറ്റണല്ലോ. ആ വണ്ടി നിറച്ച് കുറേ പഴയ കാലത്തെ കഥയാണ്. അപ്പോൾ ഉടനെ അദ്ദേഹം എന്ത് ചെയ്തു? ഈ വലിയ ഭാരമുള്ള നല്ല ജ്ഞാനിയാണ് അദ്ദേഹം. ഈ ഭാരം നല്ല വെയിലുള്ള സ്ഥലമാണ്. അദ്ദേഹം വണ്ടി മുഴുവൻ ഉന്തി ഈ മറ്റേയാളെ സഹായിക്കുകയാണ്. അങ്ങനെ ഒരുപാട് കഥകൾ കാണാം ഉപനിഷത്തിലും പുരാണങ്ങളിലൊക്കെ. അപ്പോൾ എപ്പോഴും നമ്മൾ അന്യന് ഉപകാരം ചെയ്തുകൊണ്ട് ജീവിക്കണമെന്ന്. ഇതാര് കാണും? നമ്മൾ ചെയ്യുന്ന ഓരോ പരോപകാരവും ഭഗവാൻ കാണുമ്പോഴാണ് അത്രേ ഭഗവാൻ എന്ത് ചെയ്യുന്നത്? നമുക്ക് മാർക്കിടുക എന്ന് പറയാറില്ലേ? ഈ സാധാരണ പരീക്ഷയിലൊക്കെ ഈ കുട്ടിക്ക് ഇങ്ങനെ മാർക്ക് ഇങ്ങനെ ഉത്തരക്കടലാസിൽ വീഴണ്ടേ? ഇതുപോലെ നമ്മുടെ ജീവിതയാത്രയാകുന്ന ഉത്തരക്കടലാസ് ആരാ നോക്കുന്നത്? ഞാൻ പറഞ്ഞാൽ മനസ്സിലായോ? അത് ഭഗവാനാണ് നോക്കണത്. അപ്പോൾ ഭഗവാൻ അത് നോക്കുമ്പോൾ മിക്കവാറും ചോന വരങ്ങനെ വരയ്ക്കാനേ ഭഗവാന് സമയം ഉണ്ടാവുള്ളൂ. കാരണം മാർക്കൊന്നും വീഴുന്നുണ്ടാവില്ല. അപ്പോൾ മാർക്ക് വീഴണമെങ്കിൽ എന്ത് വേണം? നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉപകാരം മറ്റുള്ളവർക്ക് ചെയ്തുകൊണ്ട് ജീവിക്കുക. പിന്നെ ഇതാണ് ഭൂമിയിൽ നിന്ന് പഠിക്കുന്ന പാഠം. പിന്നെ അടുത്തത് വായുവാണ്. വായുവിൻ്റെ പ്രത്യേകത എന്താ? നല്ല സുഗന്ധമുള്ള പൂക്കൾ തട്ടി വന്നാൽ സുഗന്ധം ഉണ്ടാവും, ദുർഗന്ധമുള്ള വസ്തുക്കൾ തട്ടി വന്നാൽ ദുർഗന്ധം ഉണ്ടാവും. പക്ഷെ വായുവിന് അതിനോട് ബന്ധമൊന്നുമില്ല. വായുവായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഒന്നിനോടും ആസക്തി കൂടാതെ ഇരിക്കണമെന്ന് വായു പഠിപ്പിക്കുന്നു. അടുത്തത് ആകാശമാണ്. ആകാശം എന്ന് പറഞ്ഞാൽ ഭൂമി നിൽക്കണമെങ്കിൽ ആകാശം വേണം, സൂര്യൻ നിൽക്കണമെങ്കിൽ ആകാശം വേണം. ഈ ഒഴിഞ്ഞ സ്ഥലത്തിനാണ് ഈ ആകാശം. പലർക്കും അറിയില്ല എന്താ ആകാശം. ഒരുപാട് പഠിച്ച ആൾക്കാർക്ക് പോലും ആകാശം എന്താണെന്ന് കൃത്യമായിട്ട് അറിയില്ല. ആകാശം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കൈ ഇങ്ങനെ ചലിപ്പിക്കുന്നുണ്ട്. ഈ ഒഴിഞ്ഞ സ്ഥലത്തിനാണ് ഈ ആകാശം എന്ന് പറയാം. നിങ്ങൾ എപ്പോഴും വീട്ടിൽ പോയിരുന്ന് ആലോചിച്ച് നോക്കോളൂ. ഒഴിഞ്ഞ സ്ഥലം ഉള്ളതുകൊണ്ട് മാത്രമാണ് നമുക്കെല്ലാവർക്കും കൂടെ ജീവിക്കാൻ പറ്റുന്നത്. ലോകം മുഴുവൻ ഈ കട്ടിയുള്ള ചുമര് മാതിരിയാണെങ്കിലോ? എപ്പോഴെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കൂ. ലോകം എന്ന് പറഞ്ഞാൽ നിറയെ കട്ടിയുള്ള ചുമരും ഓരോന്നുമില്ല, നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ ഒഴിഞ്ഞ സ്ഥലമുണ്ടെങ്കിലേ ഭൂമിക്ക് തിരിയാൻ പറ്റുള്ളൂ, ചന്ദ്രന് തിരിയാൻ പറ്റുള്ളൂ. നമ്മുടെ ഉള്ളിലുള്ള ശരീര പ്രവർത്തനങ്ങളൊക്കെ നല്ല ഒഴിഞ്ഞ സ്ഥലം വേണം. ഉള്ളിലും ആകാശമുണ്ട്, പുറത്തും ആകാശം. ആകാശം എങ്ങനെയാണോ മുഴുവൻ വ്യാപിച്ചിരിക്കുന്നത്, ഇതുപോലെ നമ്മളുടെ മനസ്സ് ആകാശം പോലെ വിസ്തൃതമാക്കാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ആ മനസ്സെന്താവരുത്? ചുരുങ്ങരുത് എന്നർത്ഥം. പിന്നെ അടുത്തതാണ് വെള്ളം. വെള്ളത്തിൻ്റെ പ്രത്യേകത, എന്തൊരു സാധനം കേടായാലും വൃത്തിയാക്കാൻ എന്ത് വേണം? വെള്ളം വേണം. ഇതേപോലെ എന്തെങ്കിലും അശുദ്ധികൾ മറ്റുള്ളവർക്കുണ്ടെങ്കിൽ അവരുടെ അശുദ്ധികളൊക്കെ തീർക്കാനുള്ള കഴിവ് ആർക്കുണ്ടായിരിക്കും? ഒരു യഥാർത്ഥ സന്യാസിക്കുണ്ടായിരിക്കും. അടുത്തത് ചന്ദ്രമ, ആകാശത്തിൽ കാണുന്ന അമ്പിളിമാവ്. അമ്പിളിമാവിനെ നോക്കിയാൽ അറിയാം അതിൻ്റെ കലകൾ ഇങ്ങനെ ചെറുതായി വരുന്നത് കാണാം, ചിലപ്പോൾ വലുതായി വരുന്നത് കാണാം.
16 കലകളുണ്ട് ചന്ദ്രന്. ചന്ദ്രൻ്റെ കലകൾക്ക് മാത്രമാണ് ഉദ്ധവ എന്നുള്ളത് ക്ഷയവും വൃദ്ധിയുമുള്ളത്. ചന്ദ്രൻ ഒരിക്കലും എന്തില്ല, മാറ്റല്ല. ഇതുപോലെ നമ്മുടെ ശരീരത്തെ പറ്റിയും ആത്മാവിനെ പറ്റിയും എപ്പോഴും ചിന്തിക്കുക. ശരീരം പണ്ട് വളരെ ചെറുതായിരുന്നു അല്ലേ? ആ ചെറിയ ശരീരമാണ്, കണ്ണുകൊണ്ട് കാണാൻ പോലും വലിപ്പമില്ലായിരുന്നു നമ്മുടെ ശരീരത്തിന്. പിന്നീട് അത് ഗർഭപാത്രത്തിൽ വന്ന് വലുതായി 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 ഇപ്പം കാണുന്ന വലുപ്പത്തിലെത്തിയതും ശരീരത്തിൽ മാറ്റങ്ങൾ വന്നു. ഇനിയും ശരീരത്തിൽ മാറ്റങ്ങൾ വരും. പക്ഷേ ഈ മാറ്റങ്ങളെല്ലാം വരുമ്പോഴും അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആത്മാവിന് ഒരു മാറ്റവുമില്ല എന്ന് ചന്ദ്രനിൽ നിന്ന് പഠിക്കണം. അടുത്തത് സൂര്യനാണ്. സൂര്യൻ എല്ലാവരിലും സമഭാവന കാണുന്നയാളാണ്. ദുഷ്ടനാണെങ്കിലും ശിഷ്ടനാണെങ്കിലും സൂര്യൻ എന്ത് ചെയ്യും? തൻ്റെ ഉള്ളിലെ വെളിച്ചവും അതുപോലെ തൻ്റെ ഊർജവും താപവും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ വിതരണം ചെയ്യുന്നയാളാണ്. അപ്പോൾ ആ സൂര്യനിൽ നിന്ന് നാം സമഭാവന പഠിക്കണം. അടുത്തത് കപോതമാണ്. കപോതം എന്ന് പറഞ്ഞാൽ മാടപ്രാവ്. ഒരു മരത്തിൻ്റെ മുകളിൽ ശ്രദ്ധിച്ചു കേട്ടോളെ, ശരിക്കും നമ്മുടെ കഥയാണ്. ഒരു മരത്തിൻ്റെ മുകളിൽ ആൺകിളിയും പെൺകിളിയും കൂടി ഇങ്ങനെ സ്നേഹിച്ച് ജീവിച്ചു. കാലം കുറേ കഴിഞ്ഞപ്പോൾ ആ പെൺകിളി മുട്ടയിട്ട് കുറേ കുഞ്ഞുങ്ങളുണ്ട്. കഥ വിസ്തരിച്ചാൽ പറഞ്ഞ് ഞാൻ ചുരുക്കി പറയും. അങ്ങനെ ഒരു ദിവസം ഈ കുഞ്ഞുങ്ങളെ കൂട്ടിലാക്കിയിട്ട് അമ്മയും അച്ഛനും കൂടി ദൂരെ ഒരു ആഹാരം തേടിപ്പോയി. അവരുടെ കൊക്കിൽ ആഹാരമൊക്കെ എടുത്ത് രണ്ടാളും കൂടി തിരിച്ചു കൂട്ടിൽ വന്നപ്പോൾ ആരെയും കാണാനില്ല, ഈ കുഞ്ഞുങ്ങളെയൊന്നും കാണാനില്ല. ആ കുഞ്ഞുങ്ങളെയൊക്കെ താഴെയുള്ള ഒരു വേടൻ വലയിട്ട് ആ കുഞ്ഞുങ്ങളെയൊക്കെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അമ്മക്കിളി ആലോചിച്ചു, ഞാനെന്തിനാ ഇനി നമ്മുടെ കഥയാട്ടോ പറയണത്, ഇത് നമ്മുടെ കഥയാണെന്ന് ശരിക്കും നമുക്ക് തോന്നണം. അമ്മക്കിളി ആലോചിക്കുകയാണ്, ഞാൻ ഇത്രയും കാലം ഈ കുടുംബത്തിന് വേണ്ടി മക്കൾക്ക് വേണ്ടി ജീവിച്ചു, ഇനി ഞാൻ എന്തിന് ജീവിക്കണം എന്ന് ചോദിച്ചാൽ അമ്മക്കിളി നേരെ താഴെ വലയിലേക്ക് ചാടി. അച്ഛൻ എന്താ ആലോചിച്ചു? അച്ഛൻ്റെ ആലോചന കുറേ ശ്ലോകങ്ങളിലാണ് ഇവിടെ ഭഗവാൻ ഉദ്ധവർക്ക് പറഞ്ഞു കൊടുക്കണം. കുറേ ശ്ലോകങ്ങളുണ്ട്. ശൂന്യേ ഗൃഹേ മാം സന്ധ്യജ്യ പുത്രേഹി സ്വര്യാനി സാധുഭി അഹോമേ പശ്യതാപ. ആൺകിളി ആലോചിക്കുക, എൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി ഞാൻ ഇത്രയും കാലം ചെലവഴിച്ചു, ഇനി ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് ചോദിച്ച് ആൺകിളി നേരെ വലയിലേക്ക് എടുത്തു ചാടി. സിദ്ധാർത്ഥ പ്രജയോ ഗൃഹം. എല്ലാ കിളികളെയും കിട്ടിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ആ കിളികളെയൊക്കെ കൊണ്ടുപോയി എന്നാണ് കഥ. ഇത് നമ്മളിരുന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഇത് നമ്മുടെ കഥയാണ്. ഏതോ നാട്ടിൽ കിടക്കുന്നൊരു പുരുഷനും ഏതോ നാട്ടിൽ കിടക്കുന്ന ഒരു സ്ത്രീയും, അങ്ങനെയല്ലേ രണ്ടാളും കൂടി കല്യാണം കഴിച്ചതല്ലേ? എന്നാണോ കല്യാണം കഴിയുന്നത് അല്ലെങ്കിൽ എന്നാണോ വെളി കഴിയുന്നത് അന്നാണല്ലോ സ്വന്തമായി തീരം. അന്ന് തൊട്ട് തുടങ്ങുക ഈ രണ്ടാളും കൂടി ഈ ആൺകിളിയെ പോലെയും പെൺകിളിയെ പോലെ എങ്ങനെ ജീവിക്കും. കിളികളാവുമ്പോൾ മരത്തിൻ്റെ മുകളിൽ കൂട് വെച്ച് താമസിക്കും. നമ്മളുടെ പേര് ചെറിയൊരു അക്ഷരത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, വീട് എന്ന് പറയും. എത്ര കഷ്ടപ്പെട്ട കിളി കൂട് വെക്കണതല്ലേ നമ്മളോ? അത് അവനവനിക്കറിയാം. അത് കഴിഞ്ഞ് കുറച്ചു കാലം കഴിഞ്ഞാൽ പിന്നെ കുട്ടികളുണ്ടാവുകയായി, പിന്നെ അവർക്ക് വേണ്ടി ജീവിക്കുക. ശരിക്കും ആലോചിച്ച് നോക്കും, ഈശ്വരൻ നമുക്ക് സമയം തന്നത് മുഴുവനും കുടുംബത്തെ പോഷിപ്പിക്കാൻ വേണ്ടി വെറുതെ ചെലവഴിച്ച് ഈശ്വരനെ ഉപാസിക്കാൻ നമുക്ക് സമയമില്ല എന്ന് പറയുമ്പോൾ ഈശ്വരൻ പിന്നെ എന്താ പറയാല്ലേ? അതുകൊണ്ട് ഈ മാടപ്രാവ് നമ്മുടെ ഒരു ഗുരുവായിട്ടിരിക്കണം. അടുത്തതാണ് അജഗരം. അജഗരം പറഞ്ഞ പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പ് ആഹാരത്തിന് വേണ്ടി സഞ്ചരിക്കില്ല. ആഹാരം വഴിയിൽ ഇങ്ങനെ കിടക്കും. എന്തെങ്കിലുമൊക്കെ ആഹാരം വല്ല ജീവികൾ മുന്നിൽ വന്നാൽ അതെന്ത് ചെയ്യും? പിടിച്ചു വിഴുങ്ങും. അപ്പം ഇതേപോലെ ആഹാരത്തിന് വേണ്ടി നമ്മൾ ആവശ്യമില്ലാതെ ഓടി നടക്കേണ്ടതില്ല എന്നാണ് ആര് പഠിപ്പിക്കണത്? പെരുമ്പാമ്പ് പഠിപ്പിക്കണം. പിന്നെ അടുത്തത് സിന്ധുവാണ്. സിന്ധു പറഞ്ഞാൽ സമുദ്രം. സമുദ്രം വളരെ ഗാംഭീര്യം മുതലായ ഗുണങ്ങളുള്ളതാണ്. ഇതുപോലെ നമ്മളും അതേ ബാഹ്യമായിട്ട് നമ്മളെ കണ്ടാൽ ഒന്നുമില്ല തോന്നണം. സമുദ്രത്തിൻ്റെ കുറേ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയാൽ പിന്നെ അവിടെ ഇങ്ങനെ പരന്നിങ്ങനെ വെള്ളം കിടക്കുന്നത് കാണാം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് സാധനങ്ങളുണ്ട് അല്ലേ? ഇഷ്ടംപോലെ രത്നങ്ങൾ നമുക്ക് മാറിപ്പോരി, പക്ഷെ കണ്ടാൽ തോന്നില്ല. ഇതുപോലെ നമ്മളെ കണ്ടാൽ ഒന്നും തോന്നരുത്. ഭക്തനാണ് തോന്നരുത്, നാമം ജപിക്കുന്ന ആളാണ് തോന്നരുത്, ആർക്കും ഒന്നും തോന്നരുത് നമ്മളെ കണ്ടാൽ. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എങ്ങനെയായിരിക്കണം? നമ്മൾ സ്വതവേ തിരിച്ചല്ലേ, ഭക്തനാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി പല ആൾക്കാർ എന്ത് ചെയ്യും? കുറേ ബാഹ്യമായ വേഷവിധാനങ്ങളൊക്കെ നടക്കും. അത് വേണ്ടാന്നാണ് പറയുന്നത്. പുറമെ ആര് കണ്ടാലും നമ്മളെ കണ്ട ഒരു ഭക്തനാണെന്ന് പോലും തോന്നണ്ട. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? സമുദ്രത്തെ പോലെ ഒരുപാട് ഭക്തി മുതലായ ഗുണങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് സമുദ്രത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. അടുത്തതാണ് പതംഗഹ. പതംഗഹ പറഞ്ഞാൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. സന്ധ്യാസമയത്ത് ഈയാമ്പാറ്റ വരും അല്ലേ? അതിനെപ്പറ്റി കൂടുതലൊന്നും പറയണ്ട, ഒന്ന് ആലോചിച്ചാൽ മതി. എന്തോ അഗ്നി കണ്ട് ഒരു മുഗ്ധനായി തീരുകയാണ്. ആ ഈയാമ്പാറ്റ നേരെ തീയിലേക്ക് ചാടി മരിച്ചു പോണു. ലോകത്തിൽ ഓരോന്ന് കണ്ടിട്ട് എത്ര പേരാ പ്രലോഭനങ്ങളിൽപ്പെട്ട് നശിക്കുന്നതെന്ന് ഇന്നത്തെ കാലത്ത് വ്യാഖ്യാനിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെ ആയിത്തീരരുത്. ഇന്നലെ തന്നെ നമ്മുടെ കൊച്ചു കേരളത്തിൽ എത്ര പേരാ ഈയാമ്പാറ്റയെ പോലെ പെടഞ്ഞു വീട് മരിച്ചതല്ല. ഇന്നലെ കുറേ വാർത്ത ഞാൻ കേട്ടു.
യാമ്പാറ്റയേക്കാൾ കഷ്ടമായിട്ടാണ് ഇന്നലെ നമ്മുടെ കൊച്ചു കേരളത്തിൽ നിരവധി പേരാണ് പ്രലോഭനങ്ങളിൽപ്പെട്ട് ഇന്നലെ മാത്രം മരിച്ചുപോയി. ഇന്നിപ്പോൾ 10,000 മരിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞില്ല 7 മണിക്കൂർ കഴിഞ്ഞു എന്ന് നേരം വിളിച്ചായിട്ട്. ഈ 7 മണിക്കൂർ കൊണ്ട് 10,000-കണക്കിന് ആൾക്കാരാണ് നമ്മുടെ കൊച്ചു കേരളത്തിൽ യാമ്പാറ്റയെ പോലെ ജീവിതം നശിപ്പിച്ചവർ. അപ്പോൾ അത് പഠിക്കുക, അങ്ങനെ ആവരുതെന്ന് പഠിക്കുക. പിന്നെ അടുത്തതാണ് മധുകൃത്ത്. മധു പറഞ്ഞാൽ തേനാണ്. ഈ തേനീച്ച പല പല പൂക്കളിൽ പോയിട്ട് കുറേശ്ശെ അങ്ങനെ തേന് കൊണ്ടുവരാൻ. അതിൽ എന്ത് പഠിക്കണം? നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ എവിടെ എത്തിയാലും എന്ത് കണ്ടാലും ആരെ കണ്ടാലും അതിൽ നിന്ന് സാരമായത് മാത്രമേ സ്വീകരിക്കാവൂ എന്നാണ് അതിൽ നിന്ന് പഠിക്കേണ്ടത്. അടുത്തത് ആനയാണ്. ആനയെ പറ്റി അധികമൊന്നും പറയണ്ടല്ലേ. ഈ കൊപ്പത്തിലാണ് ആനയെ പിടിക്കുക. ഒരു വലിയൊരു കുഴി കുഴിക്കും. കുഴിയില്ലാന്ന് തോന്നിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ കുറേ ഇലകളൊക്കെ വയ്ക്കും. അവിടെ ഒരു പിടിയാനയെ വയ്ക്കും. ഈ കൊമ്പന് വലിയ ഇഷ്ടമാണ് പിടിയാനയുടെ അടുത്ത് വന്ന് ഉരുമ്മി നിൽക്കാൻ. അപ്പോൾ കൊമ്പൻ ദൂരേന്ന് പിടിയാനയുടെ അടുത്തേക്ക് വരുന്ന സമയത്താണ് ഈ വാരിക്കുഴിയിൽ വീണ് പോവുക. വീണ് കഴിയുന്നതോടുകൂടി പിന്നെ മനുഷ്യന്മാരെ പിടിച്ച് കാലിലും ചങ്ങലൊക്കെ ഇട്ട് കയറൊക്കെ ഇട്ട് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതോടുകൂടി ആ കൊമ്പനാനയുടെ എല്ലാ സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടു. അപ്പോൾ ആനയിൽ നിന്ന് നമ്മൾ മനുഷ്യനെ എങ്ങനെയാണ് ത്വക്ക് എന്ന് പറയുന്ന ഒരു ഇന്ദ്രിയം വലിയ ആപത്തിലെത്തിക്കുന്നത് എന്ന് ആനയിൽ നിന്ന് പഠിക്കണം. പിന്നെ അടുത്തതാണ് മധുഹ. ഈ തേനീച്ച തേനൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തേനെടുക്കുന്ന ആൾ എന്താ ചെയ്യുക? ആ തേന് മുഴുവൻ എടുത്തുകൊണ്ടു. നമ്മളൊരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ധനം അവിടെയും ഇവിടെയൊക്കെ സംഭരിച്ചു വെച്ചാൽ ആരെങ്കിലുമൊക്കെ ആ ധനം മുഴുവനും കൊണ്ടുപോകും. അതുകൊണ്ട് ധനം കയ്യിലുള്ളവർ എന്താ ചെയ്യേണ്ടത്? ധാരാളമായിട്ട് ചിലവഴിക്കുക. ഒന്നുകിൽ അവനവനക്ക് വേണ്ടി ചിലവഴിക്കുക. ഇനി അവനവനക്ക് ചിലവഴിക്കാനൊന്നുമില്ലെങ്കിൽ നാട്ടുകാരെ സഹായിക്കാൻ വേണ്ടി ധാർമ്മികമായ കാര്യങ്ങൾക്ക് ധനം ചിലവഴിക്കേണ്ട വേണ്ടത്. അടുത്തത് ഹരിണഹ. ഹരിണഹ എന്ന ഏറ്റവും പ്രസക്തമായതാണല്ലേ. ഹരിണഹ പറഞ്ഞാൽ മാനാണ്. മാന് ചെവി എന്ന് പറയുന്ന ഇന്ദ്രിയം കൊണ്ടാണ് മാന് പെട്ടുപോകുന്നത്. മാനിനെ പിടിക്കാൻ വേണ്ടി ഒരാൾ കുഴലൂതും. ആ കുഴലൂതുന്ന സമയത്ത് ആ പാട്ടിങ്ങനെ കേട്ടിട്ട് മാൻ എന്ത് ചെയ്യും? ശ്രദ്ധിച്ച് കേട്ടോണ്ട് ഒരു ഭാഗത്തേക്ക് ചെവി ഇങ്ങനെ വെച്ചിരിക്കും. അനങ്ങാതിരിക്കുമ്പോൾ അമ്പ ചെയ്ത് കൊല്ലാച്ചു. അങ്ങനെയല്ലേ നമ്മളിൽ പല ആൾക്കാരെയും കൊന്നതല്ലേ. ഇതിൻ്റെ ഒരു 1000 കഥകൾ എനിക്ക് തന്നെ അറിയാം. പാട്ട് ഗ്രാമ്യഗീതം എന്നാണ് പറയുക. സന്യാസികളായിരിക്കുന്ന ആൾക്കാർ ഗ്രാമ്യഗീതങ്ങൾ പെട്ടുകഴിഞ്ഞാൽ അവർ വലിയ ചതിയിലാണ് പെട്ടുപോവുക എന്ന് ആ ചെറിയ നിസ്സാരനായ ജീവിയിൽ നിന്ന് പഠിക്കാം. അടുത്തത് മീനഹ. മീനഹ നമ്മൾ ശ്രദ്ധിക്കണം. മത്സ്യത്തിനെ എങ്ങനെയാണ് പിടിക്കുക? ഒരു ചൂണ്ടയിട്ട് ആ ചൂണ്ടയുടെ അറ്റത്ത് എന്തോ ഒരു മാംസക്കഷ്ണം ഉണ്ടാവും. അത് തിന്നാൻ വേണ്ടി മത്സ്യം ഓടി വരും. അത് ഓടി വന്നത് കടിക്കുന്നതോടുകൂടി ആ മത്സ്യത്തിൻ്റെ ആയുസ്സറ്റ് കഴിഞ്ഞു. ഇന്ന് ലോകത്തിൽ എത്ര പേരാ നാവ് കൊടുക്കണമെന്നല്ലേ. ഓരോന്ന് ഇങ്ങനെ കാണുന്ന സമയത്ത് ചാടിയിട്ടൊന്നുമല്ല. ഇന്നിപ്പോൾ ഫാസ്റ്റ് അതിൻ്റെ പേര് ഇംഗ്ലീഷിലൊക്കെ. ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര വേഗത്തിലാണ് ചാടി പിടിക്കണം. ഓരോ സാധനങ്ങൾ വേണം എന്ന് വിചാരിച്ച് നാവിൻ്റെ രുചിക്ക് വേണ്ടി ഇതൊക്കെ അകത്താക്കുമ്പോൾ ഈ മത്സ്യത്തിൻ്റെ കഥ നമ്മൾ ഓർമ്മിക്കുക. നാവിനെ ശ്രദ്ധിക്കണം എന്നാണ് എൻ്റെ സാരം. ബാക്കിയൊക്കെ ഇരുന്ന് ആലോചിച്ചോളൂ. പിന്നെ അടുത്തത് പിങ്കള. പിങ്കള പറഞ്ഞത് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടായി. അവൾ വിദേഹ നഗരത്തിലാണ് താമസിച്ചിരുന്നത്. അവൾ ഒരു ദിവസം അങ്ങനെ രാത്രി കാത്തിരിക്കുക. ഒരു പുരുഷൻ വന്നു, പണം പോരാ. അടുത്തയാൾ വന്നു, പണം പോരാ. ഓരോരുത്തർ വന്നപ്പോൾ പണം പോരാതോ. അവസാനം ഈ വേശ്യ വിചാരിച്ചു, നല്ലൊരാൾ വരട്ടെ, പണക്കാരൻ വരട്ടെ. രാത്രി നിശീധം സമമധ്യത. ഭഗവാൻ ഉദ്ധവന് പറഞ്ഞു കൊടുക്കുന്ന കഥയാണ്. ആ വേശ്യാസ്ത്രീയെ പോലും ഗുരുനാഥയായിട്ട് കാണുകയാണ് ആര്? ഈ അവധൂതൻ. 12 മണിയായപ്പോൾ അവൾക്ക് മനസ്സിൽ ഇനി ഈ വഴിക്ക് ആരും വരില്ല. അപ്പോഴാണല്ലോ മനസ്സിലേക്ക് പെട്ടെന്ന് ചില ചിന്താശകലങ്ങൾ കയറി വന്നത്. ഈശ്വരാന്ന് ചിന്തിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കൽ പോലും എനിക്ക് ആനന്ദം തരുന്ന പരമപുരുഷനായ ഭഗവാനെ ഞാൻ ഓർത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ ആ രാത്രി പൊട്ടി കരയുന്ന കുറേ ശ്ലോകങ്ങളുണ്ട് ഭാഗവതത്തിൽ. അത് വളരെ മനോഹരമാണ്. ചിന്തിക്കുക. അവൾ പറയുകയാണ്, ഈ വിദേഹ നഗരത്തിൽ സീതാദേവി താമസിച്ച നാട്ടിൽ എന്നെപ്പോലെ ഒരു ജീവിതം നയിച്ച ആരുമുണ്ടാവില്ല. സന്തം സമീപേ രമണം പ്രതിപ്രദം എന്നൊക്കെ പറഞ്ഞ് അവൾ പറയുകയാണ്, എനിക്കെല്ലാം തരാൻ ഭഗവാന് കഴിയും. ആ ഭഗവാനാകുന്ന പരമപുരുഷനെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ നിസ്സാരമായ സുഖങ്ങൾക്ക് വേണ്ടി എൻ്റെ ജീവിതം മുഴുവനും ഹോമിച്ചതെന്ന് പറഞ്ഞ് അവൾ അവസാനം പറഞ്ഞു, ആശാഹി പരമം ദുഃഖം. ആശയാണ് എല്ലാ ദുഃഖങ്ങൾക്കും കാരണം. നൈരാശ്യമാണ് പരമസുഖമെന്ന് അവളിൽ നിന്ന് ഞാൻ പഠിച്ചു എന്ന് പറയണം. അപ്പം അങ്ങനെ ഒരു വേശ്യാസ്ത്രീയെ പോലും അദ്ദേഹം ആ 24 ഗുരുക്കന്മാരിൽ ഒരാളായിട്ട് പരിഗണിക്കുന്നുണ്ട്. പിന്നെ അടുത്തത് മീനഹ, പിങ്കള, കുരരഹ. ഇനി നിസാരനായ ഒരു കുരരി പക്ഷി.
അപ്പോൾ നമ്മൾ ആരെയും നിസ്സാരന്മാരായിട്ട് കാണരുത് എന്നാണല്ലോ അത് നമ്മളെ പഠിപ്പിക്കണതല്ലേ. ഈ സാധാരണ പറയും, നമ്മൾ ഇംഗ്ലീഷിൽ പറയും ഒരാളെ ഇങ്ങനെ എന്താ പറയുക, ഇന്നത്തെ കാലത്ത് പലർക്കും മലയാളം പറയുന്നതിനേക്കാൾ ഇംഗ്ലീഷ് പറഞ്ഞാലാ മനസ്സിലാവാന്ന് കുറേ പ്രഭാഷണം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം മലയാള പദങ്ങളൊന്നും പലർക്കും അറിയില്ല. അപ്പോൾ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്, ആരെങ്കിലും കാണുമ്പോൾ നമ്മൾ വേഷം കണ്ടിട്ടോ അയാളുടെ ഭാഷ കണ്ടിട്ടോ അയാളുടെ ജീവിത രീതി കണ്ടിട്ടോ നമ്മളെന്ത് വിചാരിക്കും, ഇവനൊക്കെ ഒന്നിനും കൊള്ളാത്തവനാണ്. നമ്മൾ ആദ്യം കൊണ്ട് ലേബൽ ചെയ്യുമല്ലേ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക എന്നാണ് പറയും. ഭഗവാൻ പറയുന്നുണ്ട് ജീവിതത്തിൽ ഇതൊരിക്കലും ചെയ്യരുത്. ഒരാളുടെ വേഷം കണ്ടിട്ടോ സംസ്കാരം കണ്ടിട്ടോ അയാളുടെ പ്രകൃതം കണ്ടിട്ടോ ഒന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ആരെയും തരം താഴ്ത്തരുത് എന്നർത്ഥം. കാരണം കുരരിപ്പക്ഷി പോലും നമ്മുടെ ഗുരുവാണ്. അതിലെവിടുന്നോ ഒരു മാംസ കഷ്ണം കിട്ടി, അതിങ്ങനെ കൊത്തി പറക്കണ സമയത്ത് ഒരുപാട് പക്ഷികൾ പിന്നാലെ വന്നു. അപ്പോൾ അത് ആലോചിച്ചു, ബുദ്ധിയില്ല. ആ മാംസകഷ്ണം വഴിയിലിട്ടപ്പോൾ ബാക്കി പക്ഷികളൊക്കെ ആ മാംസകഷ്ണത്തിൻ്റെ പിന്നാലെ പോയി. ആ പക്ഷിക്ക് സുഖമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റി. അപ്പോൾ ഈ ചിലതൊക്കെ നമ്മളെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ജീവിതം ബുദ്ധിമുട്ടായി തീരണത്. ആ വെച്ചുകൊണ്ടിരിക്കണ അതങ്ങ് ഒഴിവാക്കിയാൽ മതി. അതങ്ങ് ഒഴിവാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ജീവിതയാത്ര പരമാനന്ദമായിരിക്കുമെന്ന കൊച്ചു പക്ഷി നമ്മളെ പഠിപ്പിക്കുകയാണ്. അടുത്തതാണ് പിങ്കള കുരരഹ അർഭകഹ. അർഭകാവന ചെറിയ കുട്ടി. ചെറിയ കുട്ടികളെ നോക്കി അതൊരു നിഷ്കളങ്കതയല്ലേ. ആ കൊച്ചു കുട്ടിയിൽ നിന്ന് അതിനങ്ങനെ ഞാനെന്താ വിചാരമൊന്നുമില്ല, ആരുടെത്തേക്കും വരുമ്പോൾ എല്ലാവരോടും ചിരിക്കും. ആ കൊച്ചു കുട്ടിയിൽ നിന്ന് നമ്മൾ ആ നിഷ്കളങ്കതയാണ് പഠിക്കുക. ആധ്യാത്മികതയിൽ ഏറ്റവും വലിയ പാഠമാണ് എന്ത്, ഒരു കൊച്ചുകുട്ടിയെ പോലെ ആയിത്തീരുക. പ്രത്യേകിച്ച് 60 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ആവണമെന്നാണ് പറയാം. ആ കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കത നാം അഭ്യസിക്കണം. പിന്നെ അടുത്തതാണ് കുമാരി. ഒരു പെൺകുട്ടിയെ കല്യാണാലോചനയായിട്ട് വന്നു. വന്ന സമയത്ത് വന്ന ആൾക്കാരുടെ അവളോട് ഇരുന്നോളാൻ പറഞ്ഞു. കുറേ കൊല്ലം മുമ്പ് നടന്ന കഥയാട്ടോ, ഇന്നത്തെ കഥയൊന്നുമല്ല. അപ്പോൾ ഇന്നത്തെ കഥയായിട്ട് തട്ടിമുട്ടിക്കരുത്. അപ്പോൾ അവൾ എല്ലാവരോടും ഇരുന്നോളാൻ പറഞ്ഞു. അവൾ അകത്ത് പോയിട്ട് കുറേ പൊടിയൊക്കെ തയ്യാറാക്കുകയാണ്. ഈ പൊടി ഇങ്ങനെ തയ്യാറാക്കുമ്പോൾ അവളുടെ കയ്യിലുള്ള വളകൾ ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കി, ശംഖവളകൾ. അപ്പോൾ അവൾ എന്തിൻ്റെ ബുദ്ധിയുള്ള കുട്ടിയാണ്. അപ്പോൾ അവൾ വിചാരിച്ചു പുറത്തിരിക്കുന്നവർക്ക് എന്താ തോന്നുക, അവളെ കയ്യിലുള്ള വളകളൊക്കെ ഊരി വെച്ചു. 2 വള കയ്യിലിട്ട് വീണ്ടും അവൾ ഈ പൊടി നേരെയാക്കാണ്. അപ്പോൾ ഈ 2 വള തമ്മിൽ കൂട്ടിമുട്ടിയിട്ട് ശബ്ദമുണ്ട്. അപ്പോൾ അവൾ ആലോചിച്ച് ശബ്ദമില്ലാണ്ടിരിക്കുക എന്താ ചെയ്യുക, അവൾ മനസ്സിലായി ഓരോ വള ഉപയോഗിച്ചാൽ മതി. അങ്ങനെ ഓരോ കയ്യിൽ ഒരു വള മാത്രമിട്ട് ആ ധാന്യപ്പൊടിയൊക്കെ ശരിയാക്കിയപ്പോൾ ശബ്ദമൊന്നും ഉണ്ടായില്ല. അപ്പോൾ അവധൂതൻ ഇത് ശ്രദ്ധിച്ചിരിക്കുകയായിരുന്നു അത്രേ. ആ പെൺകുട്ടിയുടെ കയ്യിലുള്ള വള എൻ്റെ ഒരു ഗുരുവാണ്. അപ്പം നമുക്കിപ്പോൾ ഈ കഥ കേട്ടു എന്നല്ല, നമ്മളൊന്നും പഠിച്ചിട്ടുണ്ടാവില്ലേ. അതാണ് ചെറിയ കാര്യം പോലും നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയും. എന്താ ഇപ്പോൾ പഠിച്ചത്, ആധ്യാത്മികമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കൂട്ടം കൂടിയിരിക്കരുത്. കൂട്ടം കൂടിയിരുന്നാൽ എന്താ ഉണ്ടാവുക, എല്ലാ വളയും കൂടി കൂട്ടിമുട്ടി ഒച്ചപ്പാടും ബഹളം ഉണ്ടാവുന്നതിലാണ് ഒന്നും ഉണ്ടാവുക. പിന്നെ 2 പേര് കൂടിയിരുന്നാലും എന്താ ഉണ്ടാവുക, ഞാൻ പറയാണ്ട് തന്നെ അറിയാമല്ലോ അല്ലേ. ഇപ്പോൾ നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നുണ്ട്, പുറത്ത് ചെന്നു 2 പേര് ആ അമ്പലത്തിന് മുമ്പ് നടന്ന് കണ്ട എവിടുന്നാ പെണ്ണുങ്ങളും ചോദിക്കും അതേ ചോദ്യം. പിന്നെ ഇങ്ങനെ ചോദിച്ച് എന്തെല്ലാം പറയാനുണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് 2 വള കൂടിയാലും ശബ്ദം ഉണ്ടാവുന്നല്ലാണ്ട് വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ആധ്യാത്മിക സാധന ചെയ്യുമ്പോൾ നമ്മൾ ഒരു ഭാഗത്ത് ഏകാന്തേ സുഖമസ്യത, ഏകാന്തമായിട്ടിരുന്നിട്ട് ഒറ്റയ്ക്ക് വേണം ആധ്യാത്മികമായ സാധനങ്ങളൊക്കെ ചെയ്യാൻ എന്നാണ് പഠിക്കണം. പിന്നെ അടുത്തതാണ് ശരകൃത്ത്, അമ്പുണ്ടാക്കുന്ന ഒരാൾ. അപ്പോൾ അദ്ദേഹത്തിന് മുന്നേ കൂടെ ഒരിക്കലും ഒരു രാജാവ് ഘോഷയാത്രയായിട്ട് പോവുകയാണ്. ഘോഷയാത്രയൊക്കെ കഴിഞ്ഞിട്ട് ഈ അവധൂതൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ഘോഷയാത്ര. അപ്പോൾ അദ്ദേഹം പറയും ഞാനൊന്നും അറിഞ്ഞില്ല. എന്താ കാരണം, അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ഈ അമ്പിൻ്റെ അറ്റം ഇങ്ങനെ എന്താ പറയുക കൂർപ്പിക്കുന്നതിലായിരുന്നു. അപ്പോൾ ഉടനെ അവധൂതൻ പറഞ്ഞു എൻ്റെ അടുത്ത ഗുരു അങ്ങാണ്. കാരണം രാജാവ് മുന്നിൽ കൂടെ പോയതുപോലെ അദ്ദേഹം അറിഞ്ഞില്ല. എന്താ കാരണം, അതിൻ്റെ ശ്രദ്ധ അതിലായതുകൊണ്ട്. ഇപ്പം നമ്മളൊരു കർമ്മം ചെയ്യുമ്പോൾ അതെന്ത് കർമ്മമാണെങ്കിലും നമ്മളുടെ ശ്രദ്ധ മുഴുവനും ആ കർമ്മത്തിൽ കൊടുത്തുകൊണ്ട് മാത്രമേ കർമ്മം ചെയ്യാവൂ. ഇന്ന് മിക്കവാറും ആൾക്കാരുടെ ജീവിതം നേരെ വിപരീതമല്ലേ. 100,000 കാര്യങ്ങളെല്ലാം കൂടി തലയിലെടുത്ത് വെച്ച് ഒന്നിലും ശ്രദ്ധിക്കാതെ ഒരു കാര്യവും മര്യാദയ്ക്ക് ചെയ്യാതെ നാട്ടുകാർ ജീവിക്കുന്നത് കൊണ്ടാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ ജീവിതം തന്നെ വളരെ ദുസ്സഹമായി തീരുന്നത്. നേരെ മറിച്ച് ഓരോരുത്തരും അവനവൻ എന്താണോ ചെയ്യുന്നത് ആ കാര്യത്തിൽ മാത്രം ശ്രദ്ധാലുവായിട്ടിരുന്നാൽ ലോകത്തിലൊരു പ്രശ്നം ഉണ്ടാവില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള മാർഗ്ഗമാണ് പറഞ്ഞു തരുന്നത്. പിന്നെ അടുത്തതാണ് സർപ്പഹ, ഒരു പാമ്പ്. പാമ്പ് ഒരിക്കലും സ്വന്തം വീടുണ്ടാക്കില്ല. അപ്പോൾ ഈ പാമ്പ് എന്താ ശൈലി ഉണ്ടാക്കുന്ന മാളത്ത് പോയിട്ട് ആര് താമസിക്കും, പാമ്പ് താമസിക്കും. അതിൻ്റെ അർത്ഥം എന്താ, അന്യന്മാരുണ്ടാക്കിയ വീട്ടിൽ പോയി താമസിക്കണം എന്നല്ല. ഇംഗ്ലീഷിൽ ഈ പൊസഷൻ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്, അത് പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ആൾക്കാർക്കൊക്കെ എല്ലാം സ്വന്തമാക്കി വെക്കാനാണല്ലോ താല്പര്യം അല്ലേ.
നമ്മൾ സ്വന്തമാക്കി വയ്ക്കുന്ന സാധനങ്ങളുടെ എണ്ണം പരമാവധി കുറച്ചാൽ ജീവിതം പരമാനന്ദമായിരിക്കും. അതാണ് ആര് പഠിപ്പിക്കണത്? പാമ്പ് പഠിപ്പിക്കണം. പിന്നെ അടുത്തതാണ് ഉർണനാഭിഹി. ഉർണനാഭി നല്ലൊരു ഗുരുവാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഉള്ള ആളാണ് സ്പൈഡർ അഥവാ എട്ടുകാലി. എട്ടുകാലിയെ കണ്ട തല്ലിക്കൊല്ലുക, അല്ലെങ്കിൽ അതിനെ രാസപ്രയോഗങ്ങളൊക്കെ നടത്തി കൊല്ലുകയാണല്ലോ ആധുനിക മനുഷ്യൻ്റെ സംസ്കാരം, അല്ലേ? ഉദ്ധവൻ പറയുന്നു, ഭഗവാൻ പറയുന്നു, അരുത് അരുത് ചെയ്യരുത്. എന്താ കാരണം? ഈ എട്ടുകാലി എന്താ പഠിപ്പിക്കണമെന്നല്ലേ? എട്ടുകാലിയുടെ ശരീരത്തിനുള്ളിൽ ഒരു ഊർണ്ണമാണ്, ഒരു പശ. അതിങ്ങനെ പുറത്തേക്ക് വന്നിട്ടാണല്ലോ മനോഹരമായ വല കെട്ടിയെടുക്കും. ഞാനിടയ്ക്ക് ആലോചിക്കും, ആരാ എട്ടുകാലിയെ ഗണിതശാസ്ത്രം പഠിപ്പിച്ചത്? കാരണം ഗണിതശാസ്ത്രത്തിലെ നിരവധി പ്രിൻസിപ്പിൾസാണ് വല കെട്ടിയത് ലോകത്തിനെ പഠിപ്പിക്കണത്. അതോടെ ഇരിക്കട്ടെ, ഭഗവാൻ പറയുന്നു ഒരുപാട് കാര്യങ്ങൾ ലോകത്തെ പഠിപ്പിക്കുന്ന ഈ സാധുജീവി എട്ടുകാലി, അല്ലേ? ചില എട്ടുകാലികൾ എന്ത് ചെയ്യും? ആ വല മുഴുവൻ തൻ്റെ ഉള്ളിലേക്ക് തന്നെ വലിച്ചെടുക്കും. അത്രയും വാസ്തവത്തിൽ ഭഗവാനും ഇതല്ലേ ചെയ്യണത്? ഭഗവാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ പ്രപഞ്ചമാകുന്ന വലിയ ഒരു വല ഭഗവാൻ നെയ്യുന്നു. അത് കഴിഞ്ഞ് കുറച്ചു കാലം അതിനെ സംരക്ഷിക്കുന്നു. അവസാന പ്രപഞ്ചത്തെ മുഴുവനും ഭഗവാൻ എന്ത് ചെയ്യുന്നു? തൻ്റെ ഉള്ളിലേക്ക് തന്നെ എടുക്കുന്നു എന്നുള്ള വലിയ തത്വങ്ങളൊക്കെ ലോകത്തെ പഠിപ്പിക്കുന്ന എട്ടുകാലിയാണ്. 24ാമത്തെ ഗുരുവിൻ്റെ പേരാണ് വേട്ടാളൻ. അവനെന്താ ചെയ്യണത്? അവനവിടുന്ന് ഒരു പുഴുവിനെ പിടിച്ചുകൊണ്ട് വരും, കൂട്ടിൽ വയ്ക്കും. ഈ പുഴു ഈ വേട്ടാളനെ കണ്ടാൽ പേടിയോ? അതിനങ്ങനെ പേടിച്ച് അതിനെ തന്നെ വിചാരിച്ച് കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ പുഴു ആരായിട്ട് മാറണു? വേട്ടാളനായിട്ട് മാറും. അപ്പം നമ്മൾ എന്തിനെ വിചാരിച്ചിട്ടാണോ ജീവിക്കുന്നത്, നമ്മൾ അതായി തീരും. നമ്മൾ ആലോചിച്ചാൽ മതി. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇങ്ങനെയാവാൻ ആരാ കാരണം? നമ്മളിപ്പോൾ ഇങ്ങനെയാണല്ലോ. നമ്മൾ ഇങ്ങനെയാവാൻ കാരണം ആരാ? നമ്മൾ തന്നെയാണ്. നമ്മൾ വേറെ തരത്തിലാണ് ചിന്തിച്ചിരുന്നെങ്കിൽ നമ്മൾ മറ്റൊരു തരത്തിലാവുമായിരുന്നു. അപ്പോൾ ഇനിയും നമുക്ക് അവസരമുണ്ട്. നമ്മുടെ ചിന്തകളൊക്കെ ഒന്ന് മാറ്റി ഒരു പുതിയ തരത്തിൽ ചിന്തിച്ചാൽ നമുക്കൊരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കാം. ഈ ഗുരുക്കന്മാരുടെ കഥയൊക്കെ പറഞ്ഞ് അവസാനം ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു, ഉദ്ധവ, നല്ലതുപോലെ ഒന്ന് കണ്ണു തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും ഉള്ളിൽ ആരെ കാണാം? ഈശ്വരനായ എന്നെ കാണാം. അതാണ് ഇതിൻ്റെ താല്പര്യം. പ്രപഞ്ചത്തിലെ സകല പദാർത്ഥങ്ങളിലും ഭഗവാനെ കാണാൻ കഴിയുക. അപ്പോൾ ഏത് പദാർത്ഥം കാണുമ്പോഴും നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ? ഭഗവാനെ കണ്ടാൽ സന്തോഷമല്ലേ ഉണ്ടാവുക? ഭഗവാൻ കണ്ട ആനന്ദം ഉണ്ടാകുന്നു. ഇതുപോലെ പ്രപഞ്ചത്തിലെ ഏത് പദാർത്ഥം കാണുമ്പോഴും നമുക്ക് പരമാനന്ദം ഉണ്ടാവുകയാണ് വേണ്ടത് എന്ന് ഭഗവാൻ ഉപദേശിക്കുകയാണ്. പിന്നീടാണ് ഭഗവാൻ ഉദ്ധവനോട് ബദ്ധനെ പറ്റിയും മുക്തനെ പറ്റിയും പറഞ്ഞു കൊടുക്കുന്നു. അതും കൂടി പറഞ്ഞ് നമുക്ക് ഈ പ്രഭാഷണം ഇവിടെ പൂർത്തിയാക്കാം. നല്ല രസമാണ് ബദ്ധനെ പറ്റിയും മുക്തനെ പറ്റിയുള്ള ഭാഗവതത്തിലെ ചർച്ച. അത് 11ാമത്തെ അധ്യായത്തിലാണ് ഭഗവാൻ പറയണത്. ആരാണ് ബദ്ധൻ, ആരാണ് മുക്തൻ? അപ്പോൾ എന്താണ് ബന്ധം മോക്ഷം എന്ന് പറയണ്ടേ? വാസ്തവത്തിൽ ബന്ധവുമില്ല മോക്ഷവുമില്ല. ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു കെട്ടിയിട്ട അവസ്ഥയാണ്. മോക്ഷം എന്ന് പറഞ്ഞാലും ആ കെട്ടിൽ നിന്ന് അഴിച്ച ഒരവസ്ഥയാണ്. നമുക്കേതാ ഇഷ്ടം? കെട്ടിയിടുന്നതാണോ ഇഷ്ടം, അതല്ല കെട്ടഴിച്ചു വിടുന്നതാണോ ഇഷ്ടം? സാധാരണ എല്ലാവർക്കും കെട്ടഴിച്ചു വിടുന്നത്, അല്ലേ? സ്വാതന്ത്ര്യമാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ഭഗവാൻ ആ വലിയ സ്വാതന്ത്ര്യത്തെപ്പറ്റി പറയുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോ. ഇത് കുറേ നേരം ഇരുന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് മുക്തനായിട്ട് ജീവിക്കുക. ഞാൻ പറഞ്ഞില്ലേ, ഈ പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട് വളരെ ലളിതമായ കാര്യങ്ങൾ എത്ര കേട്ടാലും മനസ്സിലാവില്ല, എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. 1ഉം 2ഉം കൂട്ടി എങ്ങനെയാണ് 3 കിട്ടുക എന്നറിയോ? അതിപ്പോൾ എന്താ അറിയാനാ പരമേശ്വരന്? അത് വളരെ എളുപ്പമല്ലേ നിങ്ങൾ ചോദിക്കൂലേ? അത്ര എളുപ്പമൊന്നുമല്ല. ശരിക്കും എങ്ങനെയാണ് 1ഉം 2ഉം കൂട്ടി 3 കിട്ടുന്നത് എന്ന് കുറക്കാലിരുന്ന് പഠിച്ചാലേ ഇതൊക്കെ മനസ്സിലാവുള്ളൂ. ഒരാൾ പെട്ടെന്നൊന്നും മനസ്സിലാവില്ല. അത് മനസ്സിലായവർ വളരെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. ചെറിയ കാര്യങ്ങൾ നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഇവിടെ ഭഗവാൻ 2 ചെറിയ കിളികളുടെ കഥ പറയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. സുപർണാവേദോ സദൃശോ സഖായോ. ഉദ്ധവന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ്. സുപർണൗ എന്ന് പറഞ്ഞാൽ എന്താ? മനോഹരമായ 2 കിളികൾ എന്നർത്ഥം. സദൃശവും കണ്ടാൽ ഒരുപോലെയാണ്. സഖായോ, 2 പേരും കൂട്ടുകാരാണ്. എതിർച്ഛയെയ്തോ, എതിർച്ഛയ 2 പേരും ഒരു മരത്തിൻ്റെ മുകളിലെത്തി. കൃതനീടോ, ആ 2 കിളികൾ എന്ത് ചെയ്തു? നീടെന്ന് പറഞ്ഞാൽ കൂട്. ആ മരത്തിൻ്റെ മുകളിൽ എതിർച്ഛയ എത്തിയ 2 കിളികളും കൂട് വെച്ചു. എന്നിട്ടോ ഏകസ്ഥയോഹോ ഘാരതി പിപ്പലാന്നം, അതൊരു പിപ്പല മരമായിരുന്നു. അതിൻ്റെ മുകളിൽ പഴങ്ങളുണ്ട്. അതിൽ ഒരു കിളി എന്ത് ചെയ്യും? ആ മരത്തിൻ്റെ മുകളിലുള്ള പഴങ്ങളൊക്കെ കൊത്തി തിന്നും. പക്ഷേ മറ്റേ കിളി എന്ത് ചെയ്യില്ല? പഴങ്ങളൊന്നും തിന്നില്ല. പക്ഷേ രസം എന്താണെന്നറിയോ? എന്താ രസം? അതിൽ പഴം തിന്നുന്ന കിളി ചടച്ചിരിക്കുകയാണ്, ക്ഷീണിച്ച് പരവശനായി വയ്യാതിരിക്കുകയാണ്. പഴമൊന്നും കഴിക്കാതിരിക്കുന്ന പക്ഷിയെ കണ്ട നല്ല തേജസ്സുണ്ട്,
നമ്മൾ ഈ ഉപസ്ഥാനമൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ മന്ത്രം ചൊല്ലാറില്ലേ? അതുപോലെ ചമതയിടുന്ന ബ്രഹ്മചാരികളൊക്കെ ഒരുപാട് മന്ത്രങ്ങൾ ചൊല്ലുമല്ലേ? ഞാൻ തേജസ്വിയായി തീരണം, വർച്ചസ്വിയായി തീരണം, ബ്രഹ്മവർച്ചസ്വിയായി തീരണം എന്നൊക്കെ പ്രാർത്ഥിക്കാറില്ല. നമ്മുടെ പ്രാർത്ഥനയാണ്. അപ്പോൾ ഈ പഴം തിന്നാത്ത കിളി നല്ല തേജസ്വിയാണ്, ബ്രഹ്മവർച്ചസ്വിയാണ്, നല്ല ഭംഗിയുണ്ട്. പക്ഷേ പഴം തിന്നുകൊണ്ടിരിക്കുന്ന കിളിയോ അതാകെ വലിഞ്ഞ് ക്ഷീണിച്ചിരിക്കുക. അതെന്താ അങ്ങനെയൊക്കെ ഭഗവാൻ പറഞ്ഞത്? ഇത് വൃക്ഷം എന്ന് പറഞ്ഞത് നമ്മുടെ ശരീരമാണ്. ഒരു വൃക്ഷത്തിൻ്റെ എല്ലാ ഗുണങ്ങളും മനുഷ്യ ശരീരത്തിന് കാണാം. ആ വൃക്ഷത്തിൽ 2 കിളികളുണ്ട്. ഒന്ന് ജീവാത്മാവാണ്, മറ്റേത് പരമാത്മാവാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിൽ ആര് താമസിക്കുന്നുണ്ട്? ജീവാത്മാവും താമസിക്കുന്നുണ്ട്, പരമാത്മാവും താമസിക്കും. രണ്ടുപേരും കണ്ടാൽ ഒരുപോലെയാണ്. അതിൽ ജീവാത്മാവ് എന്ത് ചെയ്യുന്നു? ജീവാത്മാവാകുന്ന പക്ഷിയാണ് സുഖങ്ങളും ദുഃഖങ്ങളുമാകുന്ന പഴം ഇങ്ങനെ കൊത്തി തിന്നെയാണ്. എന്നിട്ട് നമ്മൾ വെറുതെ കഷ്ടപ്പെടുക. ആലോചിച്ച് നോക്കും, ശരിയല്ലേ എന്നല്ലേ? നമുക്ക് ഒന്നുകിൽ സുഖമാകുന്ന പഴം കഴിക്കാം, അല്ലെങ്കിൽ ദുഃഖമാകുന്ന പഴം കഴിക്കാം. ഒരാൾക്ക് ശർക്കര പായസം വലിയ ഇഷ്ടമായിരുന്നു അത്രേ. എവിടെ ശർക്കര പായസം ഉണ്ട് ഇയാളത് ഓടി ചെന്നിട്ട് കുറേ കഴിക്കും, കുറച്ചൊന്നുമല്ല, 4 ഇടങ്ങഴി ശർക്കര പായസങ്ങൾ കഴിക്കും. അങ്ങനത്തെ ഒരാൾ ജീവിച്ചിരുന്ന ആളാണ്. അപ്പോൾ അയാൾ ഈ പായസം തന്നെ കഴിക്കുമ്പോൾ അയാളുടെ മുഖം തന്നെ സന്തോഷം കൊണ്ട് അങ്ങനെ എന്താ പറയുക തുള്ളിച്ചാടി. ഒരു ദിവസം എങ്ങനെയോ ഇയാൾക്കൊരു ഇത് കിട്ടി, എന്താ പറയുക, നാളികേരം ഇങ്ങനെ ചിരവിട സമയത്ത് ചിരട്ട ഉണ്ടാകും. ഒരു നീണ്ട ചിരട്ട എങ്ങനെയോ കുടുങ്ങി പോയി. അയാൾ ഈ പായസം അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ചിരട്ട തൊണ്ടേ കുടുങ്ങി. അയ്യോ, പായസം കഴിക്കുമ്പോൾ അയാൾക്ക് എന്തായിരുന്നു? സുഖമായിരുന്നു. ചിരട്ട കുടുങ്ങിയപ്പോഴോ ദുഃഖമായി, ബഹളമായി, ആശുപത്രിയിൽ കൊണ്ടുപോയി. നല്ല ബുദ്ധിമുട്ടാണ്. തൊണ്ടയിൽ ചിരട്ട, നീളമുള്ള അത്യാവശ്യം നീളമുള്ള ചിരട്ട കഷ്ണം. അവസാനം ഡോക്ടർ ശസ്ത്രക്രിയയൊക്കെ ചെയ്ത് ചിരട്ട കഷ്ണം കൊടുത്ത് മാറ്റി കുറേ ദിവസം ചികിത്സയൊക്കെ ചെയ്ത് വീണ്ടും പഴയ സ്ഥിതിയിലായി. ഇപ്പോഴേക്ക് ശർക്കര പായസമുള്ള ഇഷ്ടമൊന്നും കുറഞ്ഞില്ല. അപ്പോൾ ഞാൻ ഈ കഥ പറഞ്ഞത്, പായസം കഴിക്കുമ്പോൾ സുഖമായിരുന്നു അല്ലേ, സുഖമാകുന്ന പഴം തിന്നു. ചിരട്ട കുടുങ്ങിയപ്പോഴോ ദുഃഖമാകുന്ന പഴം തിന്നു. ശസ്ത്രക്രിയ കഴിഞ്ഞ് രോഗമൊക്കെ മാറിയപ്പോഴോ വീണ്ടും സുഖമാകുന്ന പഴം തിന്നു. ഇത് ശരിക്കും നമ്മുടെ ജീവിതമല്ലേ? ഇതിങ്ങനെ മാറി മാറി വരികയാണ്. സുഖം അത് കഴിഞ്ഞാൽ ദുഃഖം കഴിഞ്ഞാൽ സുഖം ഇങ്ങനെ മാറി മാറി വരുന്നു. അപ്പോൾ സുഖത്തെയും ദുഃഖത്തെയുമാണ് ഇവിടെ ഈ മരത്തിൽ നിന്നുണ്ടാകുന്ന 2 പഴങ്ങളായി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജീവാത്മാവ് വെറുതെ അഭിമാനിക്കുകയാണ്, ഞാൻ സുഖിയാണ് ദുഃഖിയാണ് എന്ന് അഭിമാനിക്കുന്നു. ഭഗവാൻ പറയുന്നു, യോ വിദ്യായുക്സു നിത്യബദ്ധ വിദ്യാമയോ യസ്സു നിത്യമുക്ത. അപ്പം നമ്മൾ വിദ്യാമയനായിട്ട് ജീവിക്കുകയാണ് വേണ്ടത്. വിദ്യാമയനായിട്ട് ജീവിക്കാൻ വളരെ എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ എന്തൊരു എളുപ്പമല്ലേ? രാവിലെ നിർത്തണേക്കുക, എന്താ ബുദ്ധിമുട്ടുള്ളത്? നല്ലത് മാത്രം പറയാം, നല്ലത് പറഞ്ഞാൽ മതി, എല്ലാവരും നല്ലത് പറഞ്ഞാൽ മതി, നമ്മളത് തീരുമാനിച്ചാൽ മതി. കുറച്ച് ആഹാരം കഴിക്കുക, എന്താ ബുദ്ധിമുട്ടുള്ളത്? കുറച്ച് ആഹാരം കഴിച്ചാൽ മതി. രാത്രി നേരത്തെ കിടന്നുറങ്ങുക, എന്താ പറയുക? അപ്പോൾ വേദങ്ങൾ പറഞ്ഞ കാര്യമൊക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. വാസ്തവത്തിൽ വളരെ എളുപ്പമാണ് ജീവിക്കാൻ. അങ്ങനെ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല? സുഖമോ ദുഃഖമോ ഒന്നും നമ്മളെ ബാധിക്കുകയില്ല. വിദ്യാമയനായിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയും എന്നാണ് ഭഗവാൻ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് ഭഗവാൻ ഹംസാവതാരം പറയുന്നത്. ഈ ഹംസാവതാരം പറയുന്നത് മനസ്സിനെ എങ്ങനെയാണ് ത്രിഗുണങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മളൊക്കെ ഞാൻ നടത്തുന്നത്, ലോകത്തിലെ മനുഷ്യരൊക്കെ പലതരക്കാരാണ്. പലരുടെയും സ്വഭാവം, പെരുമാറ്റം, ജീവിത രീതി ഇതെല്ലാം വ്യത്യാസപ്പെടാൻ കാരണം ഭഗവാൻ പറയുന്നു ത്രിഗുണങ്ങളാണ് എന്ന് പറയാം. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അങ്ങനെ 3 ഗുണങ്ങളാണുള്ളത്. ഈ ചില ആൾക്കാർക്ക് തമോ ഗുണം വളരെ കൂടുതലായിരിക്കും. അവരെ പറ്റി നമ്മളെന്താ പറയുക? നമ്മൾ ചിലപ്പോൾ പറയാറില്ലേ, ചില ആൾക്കാരെ പറ്റി അടുപ്പിക്കേണ്ട എന്ന് പറയില്ലേ, അങ്ങോട്ട് പറയാറില്ലേ, അയാളങ്ങോട്ട് അടുപ്പിക്കുകയേ വേണ്ട. അതെന്താ കാരണം? ഇത് തമോ ഗുണം കൂടുതലായിരിക്കും. ചില ആൾക്കാരെ പറ്റി നമ്മളെന്താ അഭിപ്രായം പറയാം? തരക്കടൊന്നുമില്ല എന്ന് പറയാറില്ല. അതെന്തായിരിക്കും കാരണം? എങ്ങനെ രജോ ഗുണമായിരിക്കും കൂടുതലുണ്ടാകും. ചില ആൾക്കാരെ പറ്റി നമ്മൾ ഒരു ഈശ്വരാ, അയാളെ കിട്ടിയതൊരു ഭാഗ്യമാണ് കേട്ടോ എന്ന് പറയാറില്ലേ. അതെന്താ കാരണം? സത്വഗുണമായിരിക്കും കൂടുതലുണ്ടാവുക. അപ്പം നമുക്ക് മനസ്സിലാവും നമ്മളെ തമോ ഗുണമാണോ രജോ ഗുണമാണോ സത്വഗുണമാണോ ബാധിക്കുന്നതെന്ന് ഓരോ നിമിഷവും നമുക്ക് തന്നെ മനസ്സിലാവും. ഈ ഹംസാവതാരം കേട്ടാൽ അത് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം? നമ്മളുള്ള തമോ ഗുണത്തെ കുറയ്ക്കണം. തമോ ഗുണത്തെ എങ്ങനെ കുറയ്ക്കണം? തമോ ഗുണം ഉണ്ടാകുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുക, അപ്പോൾ തമോ ഗുണം കുറയും. പിന്നെ രജോ ഗുണം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ രജോ ഗുണം കുറഞ്ഞു വരും. തമോ ഗുണം രജോ ഗുണം കുറയും, എന്ത് വർദ്ധിച്ചോളും? സത്വഗുണം വർദ്ധിച്ചോളും. പിന്നെ കുറച്ചു കഴിഞ്ഞാൽ ആ സത്വഗുണം കൊണ്ട് തന്നെ സത്വഗുണത്തെ ഒഴിവാക്കി നിർഗുണാവസ്ഥയെ പ്രാപിക്കണം എന്നാണ് ഹംസസ്വരൂപിയായിരിക്കുന്ന ഭഗവാൻ വന്ന് ഉദ്ധവർക്ക് ഉപദേശം കൊടുക്കുന്നത്. ഇതെല്ലാം ഞാനിപ്പോൾ ഇങ്ങനെ പറഞ്ഞു വരുന്ന സമയത്ത് ഏകാദശം വിസ്തരിച്ച് പറയാതൊക്കെ ഞാൻ വിചാരിച്ചിട്ടാണല്ലോ വന്നതല്ലേ. പക്ഷേ
ഇത് പറഞ്ഞു വരുന്ന സമയത്ത് ഓരോരോ അധ്യായത്തിലും എനിക്കറിയാം ഞാനൊന്ന് തൊട്ട് പോകുന്നേ ഉള്ളൂ. എന്നിട്ട് തന്നെ നമുക്ക് നിരവധി കാര്യങ്ങൾ, നിരവധി ശ്ലോകങ്ങൾ ഞാൻ ഇനിയും തൊടാത്തതുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കേൾവിക്കാർക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഭാഗവതം തന്നെ ഒരു അമൃത സമുദ്രമാണ്. ആ ഭാഗവതമാകുന്ന അമൃത സമുദ്രത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരമൃത സമുദ്രം തന്നെയാണ് ഏകാദശം എന്ന് ഇതുപോലെ ഒരു ഭാഗവത സമീക്ഷ നടത്തുമ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇന്നത്തെ കാലത്ത് വളരെ എളുപ്പമാണല്ലോ ഈ ഏകാദശം നമ്മൾ വായിക്കുക. അത്യാവശ്യം എല്ലാവർക്കും വായിക്കാനറിയാം. ആകെ 31 അധ്യായങ്ങളേ ഉള്ളൂ. ഏകദേശം ഒരു 3 മണിക്കൂർ മതി. അപ്പോൾ ഓരോരോ ദിവസം കുറേശ്ശെ വായിച്ചാൽ തന്നെ നമുക്ക് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് വായിക്കാം. പിന്നെ ഇത് നല്ല ഒരു ശബ്ദരൂപത്തിൽ ആരെങ്കിലും ഓഡിയോ ആയിട്ട് പിടിച്ചാൽ നമുക്ക് മൊബൈലും പുതിയ ഡിവൈസൊക്കെ ഉപയോഗിച്ച് നമ്മുടെ കുട്ടികളെ കേൾപ്പിക്കാം. കുട്ടികളുടെ കാര്യമായിട്ടോ വലിയ കഷ്ടം, വലിയ കഷ്ടമാണ് കുട്ടികളുടെ കാര്യം. അപ്പം നമുക്ക് വലിയൊരു ചുമതലയുണ്ട്. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഭാഗവതം കൊടുക്കുക എന്നുള്ളത് നമ്മൾ അവർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഭാഗവതം കിട്ടാനുള്ള അവസരങ്ങൾ വളരെ വളരെ പരിമിതമാണ് എന്നുള്ള ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. പക്ഷെ നമ്മളൊന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഈ ഭാഗവതം കൊടുക്കാൻ കഴിയും. ഇന്നലെയും നമ്മൾ കേട്ടില്ലേ, കുട്ടികൾ മറ്റൊരു കുട്ടിയെ തല്ലിക്കൊന്ന കഥയാണ് ഇന്നലെ കേരളം മുഴുവനും മലയാളികൾ കേട്ടത്. എന്താ കാരണം? ഞാനതിനെപ്പറ്റി കുറേ ഒരു പഠനാത്മകമായ രീതിയിൽ സമീപിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് കുട്ടിക്കാലത്ത് ഭാഗവതം കിട്ടിയിരുന്നെങ്കിൽ അവരങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ്. അപ്പം നമ്മുടെ കുട്ടികൾക്ക് കുട്ടിക്കാലത്ത് ഭാഗവതമാണ് കിട്ടേണ്ടത്. അതുകൊണ്ടാണ് ഈ പഴയ കാലത്തോ കണ്ടില്ലേ ഭാഗവതം തന്നെ പറയുന്നത്, പ്രഹ്ലാദനായത് അമ്മയുടെ ഗർഭപാത്രത്തിലിരിക്കുമ്പോഴേ ഭാഗവതം കേട്ടതുകൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ശ്രമിക്കുക. നമ്മൾ വെറുതെ ഇങ്ങനെ ഭാഗവതം കേട്ടിരിക്കുകയല്ല. നമ്മുടെ സമൂഹത്തിൽ ഭാഗവതം ഉപയോഗിച്ച് പുതിയ പുതിയ ചലനാത്മകമായിരിക്കുന്ന മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കാൻ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് കഴിയും. അതിനുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ യോഗക്ഷേമ സഭയുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ നടക്കുന്ന ഈ ഭാഗവത സമീക്ഷ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ ഈ വാക്കുകളൊക്കെ ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു.